നീ എന്നും എൻ രക്ഷകൻ. ആഹാ, നീ മതി എനിക്കെല്ലാമായി. നാഥാ, നിന്നെ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നെൻ വേദനകൾ. ഗിബോർച്ച കേക്കാവോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, അച്ചകുഞ്ച. ഒന്നും കൂടി ഇട്ടോ. ഓക്കെ ഓക്കെ, ഒന്നും കൂടി ഇട്ടോ. അച്ചകുഞ്ച എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞ നമുക്കേ തോമസ് ചാൻ വന്നിട്ട് പ്രാർത്ഥിച്ച് മറ്റേ കുറച്ച് കഴിയുമ്പോൾ തോമസ് ബ്രദർ വരും. അന്നേരം മറ്റേ പ്രൈസ് ആൻഡ് വർഷിപ്പോടെ തുടങ്ങാം. ഇപ്പൊ അച്ചകുഞ്ചൻ ചോദിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും സംസാരിച്ചു. അപ്പൊ ഞാൻ അടുത്ത പാട്ടിടാം. അല്ല, ഞാൻ ലേശം പുറത്താന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോഴത്തേ ഞാൻ പറയാം. ആയിക്കോട്ടെ, അതുവരെ ഒരു പാട്ടും കൂടി ഇട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. പാദത്തിൽ ഞാനിതാ
നമ്മുടെ സഹോദരൻ ഹുസൈനെ വെറുതെ നമ്മൾ ഇപ്പൊ തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇടുന്ന പ്ലീസ്. ഞങ്ങള് ബൈബിളിലെ കാര്യങ്ങളും ബൈബിളിലെ പാട്ടുകളും പാടുമ്പോൾ അതിനകത്ത് തെറിയഭിഷേകം വരാൻ ചാൻസ് ഇല്ല. മനസ്സിലായില്ലേ? ഒരു സാധ്യതയുമില്ല. ഞങ്ങള് ഹദീസുകളും ഖുറാനും എടുത്തില്ലല്ലോ. ധൃതി പിടിക്കല്ല, എടുക്കാം. അത് കേൾക്കാനുള്ള ഞാൻ ഗബ്രിയേൽ ബ്രദറിനോട് ഞാൻ തീർത്തും വിയോജിക്കുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി പോവാ റൂമിൽ നിന്ന്. ഞാൻ ഗബ്രിയേൽ ബ്രദറിനോട് ഞാൻ തീർത്ത് പറഞ്ഞായിരുന്നു, ഇവിടെ നമ്മുടെ സെഗ്മെന്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് എന്ന് ഇവിടെ പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ല. മുഹമ്മദ് ഞാൻ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നു ഹുസൈൻ ബ്രദറെ വെയിറ്റ് ചെയ്യ്. കുറച്ച് ഞാൻ പ്രാർത്ഥിച്ച് നമ്മൾ പാട്ടൊക്കെ പാടി കുറെ നേരം കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യും. ഏത് ഹുസൈനാ ഗബ്രിയേൽ ബ്രോ? നമ്മുടെ മറ്റേ ഹുസൈനാണ്. നമ്മളതൊന്നും പറയണ്ടത്, ഒന്നും വേണ്ട. ഹുസൈൻ കാറിയതാണോ? കാര്യം ഞാൻ പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, നമ്മളെ കൊണ്ട് പലപ്പോഴും പറയിക്കല്ലേ സഹോദര. സമയം മോശമാണെന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ സമയം ഭയങ്കര മോശമാണെന്ന് അറിയാം. തെറിവിളി ബഹളമാണ് കാര്യങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വെറുതെ KM-ന്റെയും DK-യുടെയും ഒന്നും സാധനങ്ങൾ ഇവിടെ കേൾപ്പിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. DK എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഡിബേറ്റ്. സ്വന്തമായിട്ട് ഡിബേറ്റിന് പോവുകയില്ല. ഡിബേറ്റ് കലക്കി. സ്വന്തമായിട്ട് ഡിബേറ്റിന് പോവുകയില്ല. പോകുന്നവരെ കൊണ്ട് ആ ഡിബേറ്റ് ജയിക്കുകയില്ല. കാര്യം തോറ്റു തുന്നം പാടുമെന്ന് ഉറപ്പായിട്ട് അറിയാം. അവൻ്റെ എക്കോ ചേംബറിൽ ഇരുന്നുകൊണ്ട് മാത്രം കടന്ന് ബഹളം വെച്ച് ആൾക്കാരെ കാണുന്ന ഉടനെ കാറി വിളിച്ച് വല്ലവൻ്റെയും പേര് റൂമിട്ട് ആൾ കളിക്കാനല്ലാതെ ഈ നാണക്കേടിന് നബീൽ മൈദീൻ എന്ന DK ഡിബേറ്റ് വേറെ എന്ത് കഴിയും? ഡിബേറ്റ് കലക്കി. ഞാൻ തെറ്റിച്ചു. ഓക്കെ, ഡിബേറ്റ് കലക്കി. അടുത്തത് മറ്റേ KM എന്ന് പറയുന്നത് മറ്റാരുമല്ല, സനൂജ് കാലത്തോടെന്ന് പറയുന്ന വ്യക്തി. ഞാൻ നിൻ്റെയൊക്കെ വാപ്പാൻ്റെ കബറ് മാന്തുവാടാ, ഞാൻ മാന്തുന്നവനാടാ എന്നൊക്കെ പറഞ്ഞ് കടന്ന് ബഹളം വെച്ചുകൊണ്ട് ഇരുന്ന സാധനം തെറിയും. മാരക തെറികൾ എന്നെ കൊണ്ട് കേൾപ്പിക്കരുത്. ഇന്നത്തെ റൂം അതിനുള്ളതല്ല. അതുകൊണ്ട് ഹുസൈൻ കാറിയതാണേലും ഹുസൈൻ കരിഞ്ഞു പോയതാണേലും അവിടെ മിണ്ടാതെ അടങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വ്യൂവേഴ്സ് കൂടുതലാണ്. ഇത് ലൈവ് ആയിരങ്ങൾ കേൾക്കുന്നതാണ്. രാവിലത്തെ റൂം എത്ര ആയിരം കേട്ടിട്ടുണ്ടെന്നുള്ളത് എണ്ണം തന്നെ ഇല്ല. അത്രത്തോളം ഫേസ്ബുക്കിൽ ലൈവ് ആൾക്കാർ കണ്ടേക്കാണ്. സോ അതുകൊണ്ട് വെറുതെ കരിഞ്ഞതും കാറിയതും ഒന്നും വന്ന് ചോദിച്ച് മേടിക്കാൻ നിൽക്കരുത്. കാർക്കിച്ച് തുപ്പി വെക്കുന്ന സാധനങ്ങൾ പോലും ഞങ്ങൾക്കിവിടെ കേൾപ്പിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ദയവായി അതിന് നിൽക്കരുത്. സ്പീക്കേഴ്സിലിരിക്കുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനം എടുത്ത് ഞാൻ തോട്ടിക്കളയും. അല്ലെങ്കിൽ കയറി വന്ന് ഇവിടെ സംസാരിക്കണം. നിങ്ങൾ ഇന്ന പോലാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞൊരാൾ വന്നിരുന്നു. 3.5 മണിക്കൂർ അല്ലേ ഗബ്രിയേൽ ബ്രോ? ഒരു ആയത്ത് വായിക്കാൻ പറഞ്ഞിട്ട് 1.5 മണിക്കൂറാണ് അദ്ദേഹം ആയത്ത് വായിക്കാൻ. 1.5 മണിക്കൂർ. മനസ്സിലായോ? ആ ഗതികേട് ഞങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും നാട്ടുകാരെ അറിയിക്കരുത്. താങ്ക് യു. ആ ഒരു വിഷയം പറഞ്ഞ ആ ഒരു കേസ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്നു. സഹോദരന്മാരെ, ഉള്ള എല്ലാവരും നമ്മുടെ റൂം ഒന്ന് ഷെയർ ചെയ്യുക. ബഹുമാനപ്പെട്ട ജെയിംസ് വർഗീസ് സാറൊക്കെ താഴെ വന്നിട്ടുണ്ട്. ജെയിംസ് അങ്കിളെ ഒന്ന് കയറി വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായേനെ. കാര്യം ഇങ്ങനെ ഒരു അസുലഭ മുഹൂർത്തത്തിൽ താങ്കളെപ്പോലുള്ളവർ ഞങ്ങളുടെ വേദിയിലുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഒരു സെഗ്മെൻറ്റ് തന്നെ ജെയിംസ് സാറിനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടൈം അഡ്ജസ്റ്റ് ആവില്ല എന്നിങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് വളരെ ഡിസപ്പോയിൻറ്റഡായിട്ട് ഞങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റ് മാറ്റേണ്ടി വന്നത്. എന്നിരുന്നാലും താങ്കൾക്ക് എപ്പോഴാണോ ടൈം ഉള്ളത്, എപ്പോഴെങ്കിലും ഫ്രീ ആണോ, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എപ്പോൾ ഫ്രീ ആവുന്നു, ഇവിടെ ഏത് സെഗ്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് പാനലിലേക്ക് വന്ന് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് തന്നാൽ താങ്കൾക്ക് ആ ഒരു വിഷയം അപ്പോളജറ്റിക് മിനിസ്ട്രി എന്താണെന്നും അതിൻ്റെ അനിവാര്യത എന്താണെന്നൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും. തുടർന്ന് സഹോദരന്മാരെ നമുക്ക് നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ തുടർ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. എത്ര പാട്ട് കേൾപ്പിച്ചു ഗബ്രിയേൽ ബ്രോ? 2 പാട്ട്. ഓക്കെ. ഞാനും എൻ്റെ ശാരീരികാവസ്ഥ അറിയില്ല, ഞാനും മാക്സിമം പോകാവുന്നതിൽ പോവുകയാണ്. ഓക്കെ, ഞാനൊക്കെ എത്തിയിട്ട് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷൻ എടുക്കാം. അല്ലെങ്കിൽ തോമസ് ബ്രദർ ഇപ്പോൾ ഉടനെ ഒരു 10 മിനിറ്റിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെഷൻസ് കൂടെ നമ്മൾക്ക് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ നൈറ്റ് സഹോദരന്മാരെ, നൈറ്റ് അന്നത്തെ പ്രോഗ്രാം പോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ പ്രോഗ്രാം കൊണ്ടുപോകുന്നുണ്ട്. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നോ ഇഷ്യൂ. എത്ര നേരം വേണമെങ്കിലും. ഇപ്പോൾ ഇന്ന് രാവിലത്തെ സെഷൻ വൈകുന്നേരം ഒരു ഡിബേറ്റിലേക്ക് പോയതുപോലെ.
പക്ഷേ അല്പം വിവരമുള്ളവരും ഖുറാനെ കുറിച്ച് വല്ലവരും അറിയാവുന്നവർ കയറി വരണമെന്ന് അപേക്ഷിക്കുന്നതാണ്. വെറുതെ തൊണ്ടയിട്ട് അലപ്പിച്ച് ഞങ്ങളുടെ സമയവും നിങ്ങളുടെ സമയവും കേൾവിക്കാരുടെ സമയം കളയരുത്. ഇന്ന് പിന്നെ അത്രയും നേരം ഇരുത്തിയത് ആയത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇസ്ലാമികൻ്റെ ഗതികേട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാമികൻ്റെ പതനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സഹോദരന്മാരെല്ലാവരും ഷെയർ ചെയ്യുക, കഴിവതും എല്ലാവരും. ഓക്കെ, ഫൈൻ ഫൈൻ. നമുക്ക് പാട്ടുകൾ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ വിത്ത് താങ്ക്സ് ഗിവിങ് നമുക്കൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷൻസ് നമുക്ക് കൂടുതലുണ്ട്. പാട്ട് പാടാൻ കഴിയുന്ന സഹോദരന്മാരെല്ലാം ഞങ്ങൾക്കൊന്ന് ബാക്ക് ചാനൽ എനിക്കോ ഗബ്രിയൽ ബ്രദറിനോ മെസ്സേജ് അയക്കണം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് കയറി വന്ന് പാട്ടൊക്കെ പാടാൻ അവസരങ്ങളുണ്ട്. ചാടി കയറി വരുന്നവരുടെ ആരും കയറി മൈക്ക് എടുക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ എടുക്കുന്നവരെ നിശ്ചയമായിട്ടും റൂമിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾ പറയാം. ഇനി ഓഡിയൻസിൻ്റെ ടെസ്റ്റ് മണിക്കൊക്കെ ടൈമുണ്ട്. അതിലെല്ലാവർക്കും നമുക്കെല്ലാവർക്കും മാന്യമായ നിലയിൽ നമ്മൾ സമയങ്ങൾ അലോട്ട് ചെയ്യുന്നതാണ്. ദയവായി എല്ലാവരും സമയത്തിന് അധ്യയനം ചെയ്യാൻ ശ്രമിക്കുക. പാട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകരുടെ ഏതെങ്കിലും സെഗ്മെൻറ്റുകളോ ചിലപ്പോൾ 5-10 മിനിറ്റ് മുന്നോട്ടോ പുറകോട്ടൊക്കെ പോയി വരും. അത് നിങ്ങളാരും ഗണ്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഓഡിയൻസിന് നൽകുന്ന ടൈം കൃത്യമായി തന്നെ പാലിക്കുക. താങ്ക് യു തോമസ് ബ്രദറെ, വെൽക്കം. നമ്മുടെ അനുഗ്രഹീതനായ അല്ലെങ്കിൽ അനുഗ്രഹീത വളരെ മനോഹരമായി രാവിലത്തെ സെഷനും നമ്മളെ മറ്റൊരു ആത്മീകമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിൽ പാട്ടുകളൊക്കെ പാടി നമ്മളെ ഒന്നും കൂടെ ബലപ്പെടുത്തി ആ ഒരു പ്രത്യാശയിലേക്ക് നമ്മളെയൊക്കെ ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ പാട്ടുകളാൽ സാധിച്ചു. പാട്ടുകളെന്ന് പറയുന്നത് എപ്പോഴും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവയാണ്. നമ്മൾ കാര്യം പറയുന്നതിലും അധികം പാട്ടുകൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആഴമായി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചില പാട്ടുകൾ പാടും. ചിലപ്പോൾ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കണ്ണുകൾ നിറയാത്ത വ്യക്തികൾക്ക് ചില പാട്ടുകളുടെ അതേ വരി കേൾക്കുമ്പോൾ ഹൃദയം നുറങ്ങുന്നതും കണ്ണ് നിറയുന്നതും. ഒരു ഉദാഹരണം, ഇന്ന് നമ്മൾ രാവിലെ പാടിയതായ പാട്ട്, തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തെഴും യാഹവൻ താൻ, ഒരു ഇടയനെ പോലെ അവൻ നമ്മെ പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു നമ്മുടെ ഹൃദയത്തിലേക്ക് കയറില്ല. പക്ഷെ നമ്മളത് പാടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. അപ്പോൾ അത് ആ ഒരു ഗ്രേറ്റ്നെസ് ചിലപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് പാട്ടുകളിലൂടെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തിരുവചനം പറയുന്നു, സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. തപ്പിനാലും നൃത്തത്തോടും ചെങ്കടൽ കടന്നു വന്നപ്പോൾ മിറിയം തപ്പെടുത്ത് കൊട്ടി ദൈവത്തെ പാടി ആരാധിച്ച ദൈവജനങ്ങൾ പാടിയ പാട്ടുകൾ പോലും വിശുദ്ധ വേദപുസ്തകം കൃത്യമായി അതിൻ്റെ കാവ്യാത്മകമായ നിലയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ. അതുകൊണ്ട് വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ പ്രിയ തോമസ് ബ്രദറിനെ, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ റൂമുകളിൽ വളരെ വലുതാണ്. തിരക്കുള്ള ഒരു ഗായകനും കൂടെയാണ്. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് തോമസ് ബ്രദർ. 2 മിനിറ്റ് എടുത്തോട്ടോ. ഷുവർ. അത് കഴിഞ്ഞ് പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. ശരിയല്ലേ വരർ ബ്രദറെ? എടുത്തോളൂ ചായ. ക്ഷമിക്കണം തോമസ് ബ്രദറെ. ഓക്കെ. സ്തോത്ര യേശുക്രിസ്തുവിന്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. ഞാൻ തുടക്കത്തിൽ എല്ലായിടത്തും ആദ്യമൊക്കെ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് വന്നതിന് ശേഷം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം മറ്റുള്ളവരടുത്ത് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇടമധ്യത്തിൽ വെച്ചാണ് യേശു ദൈവമല്ലെന്ന് കേൾക്കുവാൻ ഇടവന്നത്. അത് നമ്മുടെ MM അക്ബർക്കായിൽ നിന്നാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ കേട്ടത്. അപ്പോൾ യേശു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? ആ ഒരു മനോഭാവം കൊണ്ട് ഞാൻ ഇസ്ലാമിക കൂട്ടുകാരടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ ഉസ്താദിന് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ കുഞ്ഞിന് അത്രയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴിക്കോട്ട് വാ, മലപ്പുറത്തേക്ക് വാ എന്നൊക്കെയാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. അങ്ങനെ
എനിക്ക് അറിയാവുന്ന ഏറെക്കുറെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും അവർക്ക് ഒന്നും പറഞ്ഞു തരാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, അള്ളാഹു എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അള്ളാഹു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുമ്പം ആണെന്ന് പറയും. പക്ഷെ അവനാണ് എല്ലാം സൃഷ്ടിച്ചത്, എങ്ങനെ അത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് യാദൃശ്യമായി എന്നെ ഒരു സഹോദരൻ ആഡ് ചെയ്യിച്ചതാണ്. ആഡ് ചെയ്തത് കൊടുത്ത നമ്പർ വേറൊരാളാണ് കൊടുത്തതെങ്കിലും ആഡ് ചെയ്തത് നമ്മുടെ അബ്ബാസ് ബദറാണ് ആഡ് ചെയ്തത്. അന്ന് എനിക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് ഞാൻ ആ റൂമിൽ കടന്നു നിന്ന് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയത്തില്ല. ഇന്നാണെങ്കിൽ ലോക്ക് ചെയ്യാം, അന്ന് ലോക്ക് ചെയ്യുന്ന സിസ്റ്റമില്ല, കുത്തിക്കൊണ്ടേയിരിക്കണം. വിരലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരുവമായി 4 മണിക്കൂർ ഒരേപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ ഇത്രയാണ്, 20 വർഷം 23 ക്വസ്റ്റ്യൻ. അതായത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, അക്കീം എന്ന് പറയും. അക്കീം സ്നേഹിതനാണ് 20 വർഷം 23 ക്വസ്റ്റ്യൻ. ഒരു ക്രിസ്ത്യാനികൾ ഉത്തരം പറയുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായി അക്കീം കൂട്ടുകാരനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയും, പ്രശ്നമുണ്ടോ വാര്യർ ബദറെ, ദേശം ഒന്ന് സംസാരിച്ചോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. 5 മിനിറ്റ്. ഓക്കെ. അപ്പൊ എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അക്കീം സ്നേഹിതനാണ് എന്നെ എങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കണമെന്ന് പോലും പറഞ്ഞു തന്നത്. പറഞ്ഞ് തന്നതിന് ശേഷം എനിക്ക് ആകെ അറിയാവുന്ന ദൈവവചനം മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവവചനത്തിൽ നിന്നും ആദ്യ പാപത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഏകദേശം 2-2.5 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അക്കീം സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ ചുറ്റും കിടന്ന് ദൈവവചനം കറങ്ങുന്നു, അതുകൊണ്ട് ഇനി ഞാൻ അച്ഛൻ കുഞ്ഞിനോട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ദൈവവചനമാണ് പറഞ്ഞത്. സ്തോത്ര യേശുക്രിസ്തുവിന്റെ തന്നെ മത്തപ്പെട്ട് അതിനുശേഷം അൻവാർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ, അതായത് ദർസിലോ മദ്രസയിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ആ അധ്യാപകന് ഒരു ചെറിയ അറിവ് കിട്ടി. അതായത് അത് എങ്ങനെയാണ്, സത്യസന്ധൻ, മുഹമ്മദ് ഒരു സത്യസന്ധനായിരുന്നു, എന്നാൽ ഈറാഖുകയിൽ വെച്ച് വകി കിട്ടി. അല്ലമീൻ. ഓക്കെ, അല്ലമീൻ. അപ്പൊ അല്ലമീൻ ആയിരുന്ന ഈ മുഹമ്മദിന് വകി കിട്ടിയത് ഈറാഖുകയിൽ വെച്ചാണെന്നും, ചെറിയ പ്രായത്തിൽ വളരെ അനാഥനായി ജീവിച്ചു എന്നൊക്കെ ഇത്രയേ കേട്ടോളൂ. ബാക്കിയെല്ലാം ഞാൻ ചോദിച്ച് പഠിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ മുത്തുനബി എന്നാണ് മുഹമ്മദിനെ സംബോധന ചെയ്യുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഇസ്ലാമിക കൂട്ടുകാർക്കെല്ലാം വളരെ സന്തോഷം. അച്ഛൻ കുഞ്ഞ് പഠിക്കാനാണ്, എന്നെ അവരെല്ലാം കൂടെ പെട്ടെന്ന് ഒരു ഇസ്ലാം ആക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ ഇസ്ലാം ആവുന്നത് എങ്ങനെ, ചോദ്യത്തിന് ഉത്തരം തന്നാൽ മാത്രമേ ആകുകയുള്ളൂ. പല പ്രാവശ്യം പറഞ്ഞ അച്ഛൻ കുഞ്ഞ് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം തന്നാൽ ഇസ്ലാം ആവുമെന്ന് ഞാൻ പറഞ്ഞ ആകാമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോഴൊക്കെ അവര് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയാതെ അവർ മടങ്ങിപ്പോവുക ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നാൽ നിങ്ങൾക്ക് ഇസ്ലാം ആകാമെന്ന്. കാരണം അവരുടെ പക്കല് ഉത്തരമില്ല, അതുകൊണ്ടാ. അതിനുശേഷം എന്നെ ഓരോ റൂമിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങിയവര്. ആഡ് ചെയ്ത് ഞാൻ അതിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞ് 19 അധ്യായം ഒന്ന് വായിക്ക് അച്ഛൻ കുഞ്ഞ്, ഈ ഒരു സ്ത്രീയുടെ ഒരു അധ്യായം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ വായിച്ച് പറഞ്ഞാൽ മതി. ഇല്ല അച്ഛൻ കുഞ്ഞ് വായിച്ചിട്ട് വരണം, അത് വായിച്ചിട്ട് പിന്നെ വന്ന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്ന് ഇടപെടുകയാണ്. സ്ത്രീയുടെ അധ്യായം 4 19 അല്ലേ? അല്ലല്ല, സ്ത്രീയുടെ അല്ല, മറിയം, ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഒരു അധ്യായം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സ്ത്രീയുടെ അധ്യായമല്ല, സ്ത്രീയെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഉണ്ടെന്ന്, അതാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ അന്ന് ആദ്യമായി വായിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് മനസ്സിലായി, ഈസ എന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് കഥാപാത്രമാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴത്തേ എന്നെ റിമൂവ് ചെയ്ത് വിട്ടു. അപ്പോഴത്തേക്ക് അവർ വീണ്ടും വേറൊരു റൂമിലേക്ക് എന്നെ ആഡ് ചെയ്തു. അതിൽ നിന്നും അവർ പറഞ്ഞു, അച്ഛൻ കുഞ്ഞ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത്, അച്ഛൻ കുഞ്ഞ് 90 പേജ് വായിച്ചാൽ ഈ ഖുറാനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അച്ഛൻ കുഞ്ഞിന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളത് വായിച്ചു തരൂ, ഞാനത് പഠിച്ചുകൊള്ളാം. വേണ്ട അച്ഛൻ കുഞ്ഞൊന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞു. ശരി, ഞാൻ അത് വായിച്ചു തുടങ്ങി. 1-ാം അധ്യായം, അതിനകത്ത് ഒരു എഗ്രിമെന്റ് മാത്രമാണുള്ളത്. ഈ കലിമ ചൊല്ലുന്നതും ഈ 1-ാം അധ്യായം ചേർത്ത് വായിച്ചാൽ ഒരു എഗ്രിമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2-ാം അധ്യായം വായിച്ച ഉടനെ എൻ്റെ മനസ്സിൽ വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം അവർ ഉത്തരമില്ലാതെ
പർവ്വതത്തെ ഉയർത്തി ആരുയർത്തി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നെ അതിൽ നിന്നും റിമൂവ് ചെയ്തു വിട്ടു. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ എടാ ഇത് എനിക്കൊന്ന് ചോദ്യം ചോദിക്കാനുള്ള അവകാശം അവർ തരുന്നില്ലല്ലോ എന്ന് വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു റൂം ക്രിയേറ്റ് ചെയ്തു. മറ്റൊന്നുമല്ല, ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന് വെച്ചാൽ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ. അതിൽ നിന്നപ്പോൾ ഖുറാനെ കുറിച്ച് ഞാൻ വായിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന് തുമ്പും വാലുമില്ലെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതിനൊന്നും ആൻസർ തരാറായി. അങ്ങനെ ഏകദേശം 2.5-3 വർഷം കഴിഞ്ഞു, 4 വർഷത്തിലേക്ക് വന്നു. അപ്പൊ ഒന്ന് മനസ്സിലായി, മുഹമ്മദ് പ്രവാചകനല്ല എന്ന്. എങ്കിലും ഞാൻ ആദ്യം മുത്തുമാറ്റി, പിന്നെ മുഹമ്മദ് നബിയായി. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടാണ് ഞാൻ നബിയും കൂടെ മാറ്റി. അതെന്റെ പ്രിയ സഹോദരൻ അജീഷ് ബദറാണ് പറഞ്ഞത്, പ്രവാചകനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വിളിക്കൂ. പ്രവാചകനല്ലാത്ത ഒരാളിനെ എന്തിനാണ് നിങ്ങൾ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്? അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്തു, മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇതിലൊരു റൂം ക്രിയേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടിയാണ്. ആരെയും ഒരു മതത്തെ ഉപദ്രവിക്കുവാനോ നിന്ദിക്കുവാൻ വേണ്ടിയല്ല. പക്ഷെ പഠിക്കുന്നത് സത്യസന്ധമായിരിക്കണം, അതെനിക്ക് നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യ സമയങ്ങളിൽ റൂം ഇട്ടു. ഉസ്താദുമാർക്ക് പരസ്യമായി പഠിപ്പിക്കാൻ കഴിയും. ഒരു റൂമൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 1.5 മാസക്കാലം ഞാൻ അത് റൂം ഇട്ടു. ആരും വരുന്നില്ല. അവസാനം ഖുറാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. 1-ാം അധ്യായം മുതൽ എൻ്റെ പ്രിയ സഹോദരി ലീ സിസ്റ്റർ ഓരോ അധ്യായം വായിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയ പാസ്റ്റർ ചാക്കോ പാസ്റ്റർ വരികയും ചാക്കോ പാസ്റ്ററുമായിട്ട് സംസാരിച്ച്, ചാക്കോ പാസ്റ്റർ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ചിട്ട് പരിചയമുള്ളതാണ്. ആദ്യ സമയത്ത് ഞാൻ വിളിച്ച സമയത്ത് അന്ന് വന്നില്ല, പിന്നാണ് വന്നത്. ചാക്കോ പാസ്റ്റർ വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് ഇതൊന്ന് പഠിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിനെന്താ വെച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വേദക്കാർ ഖുറാൻ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയും 200 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഈ 200 ദിവസത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, ഇത് എന്താണ് പരിപാടിയായിട്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആരെയും നിന്ദിക്കാനല്ല, ഇനിയും ഞാൻ പറയാം, യഥാർത്ഥമായ സത്യം പഠിക്കുവാൻ. ഞാൻ ഈ ക്ലബ് ഹൗസിൽ വന്നതോടുകൂടി ഒരു സത്യം ഞാൻ പഠിച്ചു. ആദ്യം ഖുറാനെ കുറിച്ച് പഠിച്ചെങ്കിൽ ഈ ക്ലബ് ഹൗസിൽ വന്നതോടുകൂടി ഒന്ന് പഠിച്ചു, മുഹമ്മദ് ആരാണെന്ന്. അതായത് മുഹമ്മദിന്റെ സുന്നത്ത് എന്താണെന്ന്. അത് ഞാൻ പറയുകയോ വായിക്കുകയോ ചെയ്താൽ എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഈ അച്ചൻകുഞ്ഞിന്റെ റൂമിൽ ചീത്തവിളിയാണ്. അതായത് ഏതാണ് മുഹമ്മദിന്റെ സുന്നത്തുകൾ, അതായത് മുഹമ്മദ് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ വായിച്ചാൽ ഈ റൂമിൽ അതായത് ചീത്ത വിളിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് വന്നപ്പോ ചോദിച്ചു, അയ്യോ കൂട്ടുകാരൻ, ഞാൻ ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം എന്തെങ്കിലും ഉണ്ടോ, വിഷമമുണ്ടോ? അപ്പൊ പറഞ്ഞ അതില്ലെന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ മുഹമ്മദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതും വായിക്കുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, നബി തന്നെയെന്ന് പറയുമോ? അപ്പൊ പറഞ്ഞ് നമ്മുടെ ഇസ്മായിൽ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇതിൽ വരുന്നതാണ്, ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾക്ക് വായിക്കുകയും പറയുകയും ചെയ്യാം, പക്ഷേ നവരസം വരാൻ പാടില്ല. ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരു ഭാഗം വായിക്കാറാണ് ചെയ്യുന്നത്. എന്തായാലും സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ അത് വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നിർത്തുന്നത്. ഞാൻ ഈ പ്രാവശ്യം വായിക്കുന്നില്ല. അപ്പൊ നല്ലൊരു സദ്യ, ഒരു പാട്ടിന്റെ സദ്യ നടക്കാൻ പോവുകയാണല്ലോ. നമ്മുടെ സഹോദരൻ തോമസ് ബ്രദറെ, പ്രൈസ് ലോർഡ്, വളരെ നന്ദി കടന്നു വന്നേല്. കേൾക്കുന്നുണ്ടോ തോമസ് ബ്രദറെ? കേൾക്കുന്നുണ്ട്. തോമസ് യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. തുടങ്ങിക്കോളൂ. ഞാനൊരു മിനിറ്റ് എടുത്തോ, ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. അതെ, അച്ചൻകുഞ്ഞൻ വിട്ടുപോയ 1-2 പോയിന്റുകൾ ആഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ചുരുക്കി അച്ചൻകുഞ്ഞന് ഇനിയൊരു സെഷനോടെ ഉണ്ട്. അപ്പോൾ അച്ചൻകുഞ്ഞൻ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയണം. ക്ഷമിക്കണം, ഈ പ്രാവശ്യം 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാനൊരു എളുപ്പം കഴിഞ്ഞ് അച്ചൻകുഞ്ഞന് ഒരു സ്ലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ നന്ദി. ഞാൻ പ്രധാന ഭാഗങ്ങൾ വിട്ടുപോയി, അതുകൊണ്ടാണ് അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷം. ഷുവർ. അപ്പോൾ ഇവിടെ ഇത്ര നമ്മൾ ചുരുക്കി പറഞ്ഞപ്പോഴും നമ്മുടെ പ്രധാന അധ്യാപകനെ നമ്മൾ വിട്ടുപോയി. ഇതിനകത്ത് ഈ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞത്, അതായത് സൃഷ്ടാവാം ദൈവം എന്ന് പറഞ്ഞ ക്ലബിൻ്റെ ഒരു ബിഗിനിങ്ങും കൂടെയാണ് അച്ചൻകുഞ്ഞൻ പറഞ്ഞത്. സൃഷ്ടാവാം ദൈവം എന്ന് പറഞ്ഞ ക്ലബ്ബ് ആരംഭിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം, ഏകദേശം
ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ക്ലബ്ബ് ആരംഭിച്ചത്. ഏകദേശം 2 വർഷത്തിന് മുകളിലായി, 2.5 വർഷത്തിന് മുകളിലായി സൃഷ്ടാവാം ദൈവം എന്ന് പറയുന്ന ക്ലബ്ബ് നമ്മൾ രൂപീകരിച്ചിട്ട് തന്നെ. സോ അപ്പോൾ അതിനു മുൻപേ ക്ലബ് ഹൗസിൽ നമ്മൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സൃഷ്ടാവാം ദൈവം എന്ന് പറയുന്ന ക്ലബ്ബിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ചാക്കോ പാസ്റ്റർ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ സമയത്താണ് അവർ ഏറ്റവും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഓക്കെ ഞാൻ ആ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയുന്നു, ചാക്കോ പാസ്റ്ററൊക്കെ വരാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ശേഷം ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചാക്കോ പാസ്റ്ററും വർഗീസ് അച്ചാനും അജീഷ് ബ്രദറും എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയും ഞങ്ങളെ കൂടെ, അതായത് ഞങ്ങൾ ക്ലബ് ഹൗസിലെ ന്യൂ ജോയിനിസ്റ്റിനെ കൂടെ ട്രെയിൻ ചെയ്ത് ക്ലബ് ഹൗസിൽ സംസാരത്തിനിടയിൽ കേട്ടോ, അല്ലാതെ സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടില്ല, സംസാരത്തിനിടയിൽ തന്നെ കറക്റ്റ് ചെയ്യിക്കേണ്ട ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തും ഞങ്ങളെ ട്രെയിൻ ചെയ്തും കൃത്യമായ നിലയിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തും ഞങ്ങളെ കൂടെ ഈ ലെവലിലേക്ക് എത്തിക്കത്തക്കവണ്ണം, ഈ അപ്പോളജറ്റിക് മിനിസ്ട്രിയിൽ എത്തിക്കത്തക്കവണ്ണം ചാക്കോ പാസ്റ്ററും അജീഷ് ബ്രദറും വർഗീസ് അച്ചായനും സീനിയറായിട്ടുള്ള സഹോദരന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും എല്ലാവരും വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങളൊക്കെ പറയുന്ന പല ചില സമയത്ത് അഗ്രസീവായി പോകുന്നതും ആവശ്യമില്ലാതെ പറയുന്നതൊക്കെ കുറേയൊക്കെ സഹിച്ചും ക്ഷമിച്ചും കുറേയൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാം അവിടെ വെച്ച് പരസ്യമായ ആൾക്കാർ ചിലപ്പോൾ പേഴ്സണലായി വിളിച്ചിട്ട് ആ ലെവലിൽ നീ പറയരുത്, അത് പറയാറായിട്ടില്ല, നീ അങ്ങനെ മിണ്ടരുത്, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും, എന്നെ ഇൻഡിവിജ്വലി അല്ല എല്ലാവരെയും ഗൈഡ് ചെയ്ത് ഞങ്ങളെ ഈ ലെവലിൽ എത്തിച്ചു സഹോദരന്മാർ. തുടർന്ന് അച്ചകുഞ്ഞച്ചായന് ഏതെങ്കിലും ഉസ്താദന്മാർ വന്ന് പഠിപ്പിക്കുമോ, ഇത് പറഞ്ഞു തരാൻ ഉസ്താദന്മാരുണ്ടോ, ഉസ്താദന്മാർക്ക് വന്ന് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് റൂം ഞങ്ങൾ മാസങ്ങളോളം ഇട്ടു. അതിൽ അച്ചകുഞ്ഞച്ചായൻ വളരെ കീനായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും, ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കഴിയില്ല അത്രയും ഇടാൻ, കാര്യം പല തിരക്കും ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും വിട്ടുപോകും. എന്നാലും വളരെ കീനായിട്ട്, റൂം കണ്ടാൽ നമുക്ക് കയറാതിരിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വളരെ കീനായിട്ട് ആ റൂം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക അച്ചകുഞ്ഞച്ചായൻ. ചില സമയത്ത് അച്ചകുഞ്ഞച്ചായൻ തിരക്കുള്ളപ്പോഴും പറയും, ഞാൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നടത്തിക്കോണം എന്ന് പറയുന്നത് ഞാൻ താഴെ ഇരുന്ന് കേൾക്കുന്ന സമയം മുതൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്രയും ഭംഗിയായിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു അച്ചകുഞ്ഞച്ചാൻ ഇത് നടത്തുന്നതിൽ. സോ അച്ചകുഞ്ഞച്ചാനോട് ഉള്ള താങ്ക്സ് ഒന്നാമതായി ഞങ്ങൾ പറയുന്നു. ആ ഒരു ഡെഡിക്കേഷൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിൽ നിന്ന് തന്നെ ലഭിച്ചതാണ്. മനുഷ്യനാൽ ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ സാധ്യമാണ്. അതുകൊണ്ടാണ് പലരും മനുഷ്യരിൽ ആശ്രയിച്ചും ബിംബങ്ങളിൽ ആശ്രയിച്ചും ഇങ്ങനത്തെ സെഗ്മെൻറ്റുകൾ ആരംഭിച്ചിട്ട് പൂട്ടിക്കെട്ടി ഇപ്പോൾ ക്ലബ് ഹൗസിൽ തന്നെ ഒളിച്ചോടി പലരും നടക്കുന്നത്. ഇന്നിപ്പോൾ 200-ാം ദിന ആഘോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 5 ദിവസം മുമ്പ് തല പൊക്കുകയും പിന്നെ അതേ പത്തി താഴുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അങ്ങനെ ഉസ്താദന്മാർ പഠിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാസങ്ങളോളം 3 മാസത്തോളം റൂം ഇട്ട ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയോളജി പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് തോന്നുകയും ഞാനും നസ്രീൻ ബ്രദറും ഇങ്ങനെ അച്ചകുഞ്ഞച്ചാനായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എങ്കിൽ പിന്നെ അച്ചായ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ അച്ചകുഞ്ഞച്ചാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കിടുന്നതിൽ കുഴപ്പമില്ല, നിങ്ങൾ വന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നസ്രീൻ ബ്രദർ തീർച്ചയായും അതെടുക്കാം, പഠിപ്പിക്കാം എന്നുള്ള ഉറച്ച ഒരു തീരുമാനമെടുത്തൊരു സഹോദരനുണ്ട്. അതിന് ഏറ്റവും അധികം ഡെഡിക്കേഷൻ കാണിച്ചൊരു ബ്രദറുണ്ട്. അതാണ് നമ്മുടെ പ്രിയ ബ്രദർ നസ്രീൻ സ്കോളർ എന്ന് പറയുന്ന വ്യക്തി. നസ്രായനിലേക്ക് വിളിക്കുന്നവൻ എന്ന നാമധേയം സ്വീകരിച്ച ബ്രദർ നസ്രീൻ വളരെ അനുഗ്രഹീതമായി ഓരോ സെഗ്മെൻറ്റുകൾ നമുക്കിവിടെ എടുത്തരികയും എല്ലാ ദിവസവും അദ്ദേഹത്തിന്, നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ 11:30 സമയമാകുമ്പോഴത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് അവിടെ ലേറ്റ് നൈറ്റാണ്, 1 മണി 1:30 2 മണി, ചില ദിവസങ്ങളൊക്കെ 2 മണി വരെ രാത്രി നമ്മോട് കൂടെ ഉറക്കം ഉളച്ച് കുത്തിയിരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ബ്രദർ നസ്രീൻ. അദ്ദേഹം അത് കഴിയുന്ന ഉടനെ അദ്ദേഹത്തിന് 6 മണി 7 മണി, ഇവിടുത്തെ ഒരു 6 മണിക്ക് നമ്മൾ തുടങ്ങിയ ഒരു 8 മണിയാകുമ്പോഴത്തേന് അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും വരും. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, അത്രയും സ്നേഹത്തോടെ ഡെഡിക്കേറ്റഡോടെ ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ച റൂമിൻ്റെ പേരെന്ന് പറയുന്നത് കുഫർ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാണ്. കുഫർ ഇസ്ലാമിക് സ്റ്റഡീസ്, അപ്പോൾ കാഫറിങ്ങളുടെ വേദം പഠിപ്പിക്കുന്ന ഖുറാൻ പഠിപ്പിക്കുന്ന കാഫിറുകളുടെ ഖുറാൻ പഠിപ്പിക്കുന്ന പാഠശാല എന്നുള്ള നിലയിലായിരുന്നു. പിന്നെ അതിനെ ചേഞ്ച് വരുത്തി ഞങ്ങൾ കുഫർ ഇസ്ലാമിക് സെൻറ്ററാക്കി. ഇതൊന്നും ഒരു ആത്മനിയോഗം കിട്ടാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സജഷൻ വന്ന വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് ദൈവത്താൽ, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ
ഇത് ദൈവത്താൽ തന്നെ ആരംഭിക്കപ്പെട്ട റൂമാണ്. ഇത് വളരെ ഗ്രാൻഡായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. 100-ാം ദിനം അതിലും ഗ്രാൻഡായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇന്ന് 200-ാം ദിനം അതിലും ഏറെ ആനന്ദത്തോടെ സന്തോഷത്തോടെ നാം ആ ദിനം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സഹോദരന്മാരെ, ടു ബി ഫ്രാങ്ക്, നിങ്ങളോടൊരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. ഇവിടെ ആത്മനിയോഗത്തിൽ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു, 200-ാം ദിനം എന്നുള്ളതൊന്ന് മാറ്റിപ്പിടിച്ച് നമുക്കൊരു 222-ാം ദിനം ആക്കാം എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്ത് കാണിക്കാം. ഞങ്ങൾ പല ഡേറ്റുകൾ തീരുമാനിച്ചു. എന്നാൽ ഒരു ആത്മനിയോഗത്തിൻ്റെ വാക്കുകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കും ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മറ്റ് സഹോദരന്മാരുടെ അൺഅവൈലബിലിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ഞങ്ങൾക്ക് അല്പം താമസം വേണ്ടി വന്നു. ഇന്ന് 200-ാം ദിനം നാം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഇന്നലെ തലോടിയൻ ടീം റൂമിട്ടിട്ട് പറഞ്ഞത്, ഇന്നലെ 219 ഇന്ന് 199 നാളെയാണ് അവർക്ക് 200. സഹോദരന്മാരെ, ഇത് 200-ാം ദിനമല്ല. വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന റൂമിലെ 222-ാം ദിനമാണിന്ന്. വളരെ 23-ാമത്തെ ദിനം. അതെ. ഓക്കെ, 22 20 നിർത്തിയിട്ടാണ് നമ്മൾ അടുത്ത ഒരു റൂം ഇട്ടത്. ഓക്കെ, ശരി. അപ്പോൾ അത്രയും ജയകരമായി 222 റൂമുകൾ നമ്മൾ സക്സസ്ഫുൾ ആക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഇന്നത്തെ ആഘോഷത്തിൻ്റെ റൂം നോക്കണ്ട, അത്രയും സക്സസ്ഫുൾ ആക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, സന്തോഷത്തോടെ അറിയിച്ചോളൂ, അടുത്ത ദിവസം തൊട്ടുള്ള റൂമുകൾ എന്ന് പറയുന്നത് 224-ാമത്തെ റൂമായിട്ടായിരിക്കും ആരംഭിക്കുന്നത്. കാര്യം ഇതിനിടയ്ക്കുള്ള ടൈം ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. ഇതിനിടയ്ക്കുള്ള ടൈം ഞങ്ങൾ ക്ലാസ്സുകൾ തന്നെയായിരുന്നു. ഈ ടോപ്പിക് അല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ്. സ്ട്രിക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അവിടെ നാം ഓർക്കേണ്ടത്, നമ്മുടെ ഈ ഹൗസിൻ്റെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന, സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ നാസറിൻ ബ്രദറിനെ തന്നെയാണ്. കൂടെയുള്ള മോഡറേറ്റേഴ്സിനെ കൂടെ നമ്മൾ ഓർക്കുന്നു. ഇത്തരുണത്തിൽ സമയമെടുത്തതിൽ ക്ഷമിക്കണം. നമ്മൾ 7 മണി സമയം നാട്ടിലെ ആയിരിക്കുന്നു. 7 മണിയല്ലേ നാട്ടിലെ? അതെ. അപ്പോൾ 7 മണി ആയിരിക്കുന്നു. സോ നമുക്കൊരു 20 മിനിറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷനായിട്ട് എടുക്കാം. നമ്മുടെ അനുഗ്രഹീതനായ തോമസ് ബ്രദർ ഇവിടെയുണ്ട്. തോമസ് ബ്രദറെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, തോമസ് ബ്രദറെ, താങ്ക് യു. സോറി ഫോർ കീപ്പിംഗ് യു ഇൻ വെയിറ്റ്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു വെരി ബ്രദർ. ലോകത്തിൽ ഒത്തിരി മഹാന്മാരും വലിയ നേതാക്കന്മാരും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അരുമരക്ഷകൻ, എൻ്റെ കർത്താവ്, ആ യേശുവിൻ്റെ ശബ്ദം എത്ര മനോഹരമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതെ, ആ വഴിയും സത്യവും ജീവനുമാകുന്ന ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എൻ്റെ ജീവിതത്തിലും ഒരു ഭാഗ്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇത്ര വലിയവനായ ദൈവം ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. അതെ, അവൻ്റെ അരികിൽ വന്നവരാരും നിരാശരായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ആ അനുഭവങ്ങളുണ്ട്. തീർച്ചയായും നമ്മുടെ കണ്ണുനീർ അവൻ തുടയ്ക്കുന്നവനാണ്, നമുക്ക് ആശ്വാസം പകരുന്നവനാണ്. മാത്രമല്ല, നമ്മൾ ബലഹീനരായിത്തീരുമ്പോൾ അവൻ്റെ ബലം നമ്മുടെ മേൽ പകർന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം. പലപ്പോഴും വീഴുന്ന സാഹചര്യത്തിൽ, വീണ് നിലംപരിചായി പോകേണ്ട സ്ഥാനങ്ങളിലും അതെ, അവൻ നമ്മളെ കരങ്ങളിൽ വഹിച്ചതുകൊണ്ടാണ് ഇന്നും നമുക്ക് ഇങ്ങനെ ആയിരിക്കുവാൻ കഴിയുന്നത്. അതെ, ഈ സെലിബ്രേഷനിൽ നമ്മുടെ കർത്താവിന് നമുക്ക് ഉയർത്താം. ദൈവം പറയുന്നു, വാതുക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ യേശുവിന് ഹൃദയം കൊടുത്തിട്ടില്ല എങ്കിൽ യേശു ഇന്ന് വാതുക്കൽ വന്ന് മുട്ടുകയാണ്. നിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നാൽ ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കാം എന്ന് പറഞ്ഞ ആ ആശ്വാസദായകനെ
നമുക്ക് ഉയർത്തി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. കാരണം യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ആ പരിശുദ്ധ കർത്താവിനെ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മശിഹാ. ആഹാ ഹല്ലേലൂയ, 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 ആഹാ ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവനും നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. ആഹാ ഹല്ലേലൂയ, 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 ആഹാ ഹല്ലേലൂയ. അത് നമ്മുടെ പ്രത്യാശ. അവൻ വേഗം വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും അവൻ മേഘങ്ങളിൽ വേഗം വരും എന്റെ പ്രിയരെ ചേർക്കുവാൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. കോടാകൂടി തൻ ദൂത സൈന്യവും
മേഘാരൂഢനായി വരുന്നീതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശുമശിഹ കോടാകൂടി തൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നീതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശുമശിഹ ആഹാ ഹല്ലേലൂയ 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 ആഹാ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതെ, എൻ്റെ കർത്താവ് വേഗം വരും. അവനെ പോലെ ആരാധ്യൻ ആരുമില്ലാത്തത് കൊണ്ട് നമ്മുടെ കർത്താവിനെ വീണ്ടും നമുക്ക് സ്തുതിക്കാം. എൻ്റെ കർത്താവിനെ പോലെ യോഗ്യൻ ആരുമില്ല. ഹല്ലേലൂയ. അവനെ പോലെ നമ്മെ സ്നേഹിക്കാൻ ആരുമില്ലാത്തതിനാൽ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ആരാധന 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 അങ്ങെപ്പോലെ സ്നേഹിച്ചീട ആവതില്ല ആർക്കുമേ
ഗീതമാ എന്റെ യേശുനാഥാ നീ എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക് ആരാധന 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 പരിശുദ്ധ പിതാവേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ സെലിബ്രേഷനിൽ കർത്താവെ ഞങ്ങൾക്ക് അങ്ങിൽ സന്തോഷിപ്പാൻ, അങ്ങിൽ ആനന്ദിപ്പാൻ, അങ്ങേ സ്തുതിപ്പാനൊക്കെ അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. അങ്ങ് തന്നെ റൂം നിയന്ത്രിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് തോമസ് അച്ച. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു വേർഷിപ്പ് സെഷനിലേക്ക് ഞങ്ങളെ നയിച്ചല്ലോ. ബിജു ചായ കേൾക്കുന്നുണ്ടോ? ബിജു ബ്രദർ കേൾക്കാമോ? കേൾക്കാം ബ്രദറെ. ബിജു ബ്രദർ തിരക്കിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ റൂം നമ്മൾ ആരംഭിക്കണം. റൂമിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ ഈവനിങ്ങിലെ ഒരു പ്രത്യേക പരിപാടികൾ നമ്മൾ ആരംഭിക്കണം. അതിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, ഈ മനോഹര സമയത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ തിരുസന്നിധിയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ നിൻ്റെ കൃപയുടെ തണൽ അടിയങ്ങളുടെ മേൽ നീ ചൊരിയണം. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അടിയങ്ങളിൽ നീ ചൊരിയണം. ഈ റൂം നാഥ നിൻ്റെ തിരുനാമം മഹിമപ്പെടുവാനായിട്ട് എപ്പോഴും ഇടവരയണം. അടിയങ്ങൾ ഇവിടെ നടത്തുന്ന ഓരോ ഈവൻറ്റുകൾ, ഓരോ പ്രോഗ്രാമുകളും നാഥ നിൻ്റെ തിരുനാമത്തിന് വേണ്ടി ആയിത്തീരണം. നിൻ്റെ പരിശുദ്ധാത്മശക്തി അതിൽ വ്യാപരിക്കണം. എപ്പോഴും നാഥ അടിയങ്ങളുടെ പ്രവർത്തനം നിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ ഇടവരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് സംസാരിക്കുന്ന ഈ റൂം നിയന്ത്രിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് അവരോരോരുത്തരെയും വഴി നടത്തണം. നിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണം. നാഥ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കാനായിട്ട് എപ്പോഴും നീ അടിയങ്ങളെ ശക്തീകരിക്കണം. കടന്നു വരുന്ന എല്ലാവരെയും നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. നാഥ നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി നിൻ്റെ ആത്മാശക്തി വ്യാപാരത്താൽ ഓരോരുത്തരുമായിരിക്കാൻ നാഥ നീ സഹായിക്കണമേ. അവിടുന്ന് കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സർവമാനവും മഹത്വത്തോടെ നിൽക്കണം. സർവവും അടിയങ്ങൾക്ക് ജീവനിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, ഇവിടെ ഹുസൈനൊക്കെ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഞാനിതാ വന്നിടുന്നു, തെറിയഭിഷേകം തുടങ്ങാനായി. ഹുസൈന് ഇതൊക്കെ തെറിയഭിഷേകങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങളിവിടെ ഈ പറയുന്നത് പോലെ ഖുറാനും ഹദീസുകളും ഒക്കെയാണ് പറയുന്നത്. പാട്ടുകളിലൊന്നും വലിയ കാര്യമില്ല, സമയം വെറുതെ പാഴാകുന്നു. വ്യസനമാൽ വിളിച്ചിടുന്നു ഞാൻ ചെയ്തേ എന്നൊക്കെ പാടുന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ ആൾക്കാരാണ്. അപ്പോൾ വെറുതെ ഓതിയിട്ടൊന്നും കാര്യമില്ല സഹോദര, നിങ്ങൾ വെറുതെ സമയം കളയാണെന്നാണ് മറുത്തരം പറയുള്ളത്. സംസാരം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കയറി വന്ന് സംസാരിക്കണം, അല്ലാതെ കാര്യമില്ല ഹുസൈനെ. സോ അതുകൊണ്ട് നമ്മുടെ ഈ റൂം ഒന്ന് ഓപ്പൺ ആക്കുകയാണ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. നമുക്ക് ഉച്ചയ്ക്കത്തെ സെഷനിൽ രാവിലത്തെ സെഷനിൽ നമ്മളൊരു സെഗ്മെൻറ്റ്
നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. എപ്പോഴും നമ്മുടെ വിജയം നമ്മുടെ ഓഡിയൻസ് ആണ് സഹോദരന്മാരെ. അതുകൊണ്ട് റൂം ഒന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. എല്ലാവരും ആ റൂം ഒന്ന് ഷെയർ ചെയ്തേ. ഇവിടെ 90 പേരിരിപ്പുണ്ട്, 90 സഹോദരന്മാരുണ്ട്. എല്ലാവരും ആ റൂം ഒന്ന് ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേ. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. 5 വട്ടം 10 വട്ടം ഷെയർ ചെയ്യേണ്ട, ഓരോ ഷെയർസ് എല്ലാവരും പ്ലീസ്. അവസാന ഷെയർ വന്നിരിക്കുന്ന 10 സെക്കൻഡ് മുൻപാണ്. ഓക്കെ, യെസ്, സഹോദരന്മാർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. മാക്സിമം ഷെയർസിലേക്ക് സഹോദരന്മാർ എത്തിക്കുക. അത് താഴെയുള്ള ചാറ്റിലെ സഹോദരന്മാർക്ക് വിട്ടു തന്നിരിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ തോമസ് ബ്രദർ ആലപിച്ചു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്നത്തെ ഈവനിങ്ങിലെ സെഷൻസിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, റൂം താഴെയുള്ള ഓഡിയൻസിൻ്റെ കയ്യിലേക്ക് തരികയാണ്. സഹോദരന്മാർക്ക് കയറി വന്ന് സഹോദരന്മാർക്ക് മാത്രമല്ല സഹോദരന്മാർക്ക് മുകളിലേക്ക് കടന്നു വന്ന് ഈ റൂം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. 5 മിനിറ്റാണ് മാക്സിമം ടൈം നമ്മൾ ഒരാൾക്ക് അലൗ ചെയ്യുക. നിങ്ങൾക്ക് കയറി വന്ന് സംസാരിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു, ഗബ്രിയേൽ ബ്രദർ എവിടെയുണ്ടോ? സത്യ ബ്രദർ? ഞാനുണ്ട്. ഓക്കെ, സത്യ ബ്രദറും ഞാനും ഗബ്രിയേൽ ബ്രദറും മാത്രമായിരിക്കും മുകളിലേക്ക് ആൾക്കാരെ എടുക്കുക. വേറെ ആരും അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് ഓർപ്പിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സെക്യൂരിറ്റി റീസൺസ്. 2, കടന്നു വരുന്നവരോട് അല്പനേരം ഇരിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് എടുക്കുക. ഞങ്ങൾ 3 പേരും അല്ലാതെ വേറെ ആരെയും മുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യരുത് എന്ന് നിങ്ങൾ പ്രത്യേകം മോഡറേറ്റേഴ്സിനെ ഓർപ്പിക്കുന്നു. അതുപോലെ നിലവിൽ ഇവിടെയുള്ള ബിജുച്ചായനും സുധീഷ് ബ്രദറും ഒക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ദയവായി ചാറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണമേ എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. എല്ലാം കൂടെ ചെയ്യാൻ എനിക്കും ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പറയാനുണ്ട്. അബ്രഹാം ബ്രദർ മുകളിലേക്ക് വന്നില്ല. അബ്രഹാം ബ്രദർ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നില്ല. അതുപോലെ തന്നെ മുകളിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ നല്ല സംസാരിക്കുമ്പോൾ ഇസ്ലാമിക കൂട്ടുകാർ വന്ന പ്രതിപക്ഷം മനസ്സിലാക്കിക്കൊണ്ട് അതായത് നല്ല രീതിയിൽ സംസാരിക്കണം പ്ലീസ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊരു ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറയരുത്. നിങ്ങൾ ഇവിടെ ചീത്ത വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ തെളിവ് കൊണ്ടുവരണം. വെറുതെ വന്നിട്ട് ഇത് ചീത്ത വിളിയാണെന്ന് പറയരുത്. പിന്നെ ഈ ക്ലബ്ബ് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ സഹോദരങ്ങൾ മുകളിൽ വന്ന് സന്തോഷത്തോട് പറയുക, ഇത് ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മോഡൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഭാര്യ ബ്രദറും മറ്റുള്ളവരും ഒക്കെ ഇങ്ങ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് വന്ന് പറയാം. ഇതിനകത്ത് മുഹമ്മദിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. സാധാരണ ഞങ്ങൾ കാണുന്നത് വടി കൊടുത്ത് അടി മേടിക്കുക. എന്നുവെച്ചാൽ വടി അവരുടെ കയ്യിൽ, ഇവിടെ ഇരിക്കുന്നവരുടെ കയ്യിലില്ല. അതിനെന്ത് ചെയ്യും? ഈ വരുന്നവർ തന്നെ ഒരു വടി കൊടുക്കും, നീ എന്നെ അടിക്കടാ എന്ന് പറഞ്ഞിട്ട്. ആ അവസ്ഥയിലേക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കൊണ്ടുവരരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളിൽ ഏതെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ റൂം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന് നല്ല സാക്ഷ്യത്തോടു കൂടി പറയുക. മറ്റുള്ളവർ അത് കേൾക്കട്ടെ. ഇത് യൂട്യൂബിലൊക്കെ പോകുന്നതാണ്. നിങ്ങൾ വെറുതെ ഒന്നും പറയാതിരിക്കുക. ഓക്കെ, പറഞ്ഞോളൂ. അബ്രഹാം ബ്രദറെ, പ്രൈസ് ലോർഡ്, സംസാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്ലാമിക സഹോദരന്മാർ മാത്രമല്ല, നമ്മുടെ ഓഡിയൻസിനാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റൂമിനെ കുറിച്ച് പരാമർശങ്ങളോ കുറവുകളോ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കയറി വന്ന് പറയാവുന്ന അവസരമാണ്. റൂം നമ്മുടെ ഓഡിയൻസിന് ഓപ്പൺ ആണ്. സഹോദരന്മാരെ ഹാൻഡ് റൈസ് ചെയ്യാം, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് ഫോർ ക്രൈസ്റ്റ് സിസ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ താഴെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 200 days ഇറ്റ്സ് എ ബിഗ് ഡേ. അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനും പിന്നെ നമ്മുടെ വൈസ് ചാൻസലർ മച്ചങ്കുഞ്ചാൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, പിന്നെ ലീ സിസ്റ്റർ, പ്രിൻസിപ്പലിനെ കണ്ടില്ല, ലീ സിസ്റ്ററിനെ കണ്ടില്ല ഇന്ന്, പിന്നെ
മെയിൻ ടീച്ചേഴ്സ്, വാരിയ ബ്രദർ, നസ്രീൻ ബ്രോ, സത്യ ബ്രോ, എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ആരെങ്കിലും അറിയാതെ പോലും വിട്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ വളരെ തെറ്റാണ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. എല്ലാവരും യുണീക്കാണ്. അതാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും ഓരോ രീതിയിലാണ് ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത്. അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ റൂമിൻ്റെ. അതേപോലെ തന്നെ എനിക്ക് ഈ റൂം ഈസ് ലൈക്ക് എ ഫാമിലി എന്നായിരിക്കും പറയുന്നതായിരിക്കും കൂടുതൽ എൻ്റെ ഫീലിംഗ്. കാരണം നമുക്ക് വീട്ടിൽ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്കൊരു മിസ് ചെയ്യില്ലേ? അതേപോലെ തന്നെയാണ് ഈ റൂമിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഐ മിസ് എവ്രി വൺ. ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുമ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഈ മേലേക്ക് കയറി വന്ന ദിവസം ഇന്ന് ഓർക്കുന്നത്. അതായത് അച്ഛൻ ബ്രദർ കയറി വാ എന്ന് പറഞ്ഞപ്പം ആദ്യം കയറാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഞാൻ ഓടി വന്നു. അച്ഛൻ ബ്രദറിൻ്റെ ആ വിളി കേട്ട ആരല്ല വരാതിരിക്കുക. അത്ര സ്നേഹത്തോടല്ല ഈ വീട്ടിലെന്ന് ഞാൻ പറയാം, സോറി, ഈ വീട്ടിൽ വിളിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ഓരോ അതിഥിയെയും വിളിച്ച് ഒരു കുടുംബസ്ഥൻ, ഒരു കുടുംബനാഥൻ ഒരു ഗസ്റ്റിനെ വിളിച്ച് കയറ്റുന്ന പോലെ ആ സ്നേഹത്തോടെയാണ് നമ്മുടെ അച്ഛൻ ബ്രദർ ഇവിടെ ഓരോരുത്തരെയും വിളിച്ച് മേലേക്ക് കയറ്റുന്നത്. കയറി വാ കൂട്ടുകാരാന്ന വിളി കേൾക്കുമ്പം തന്നെ ആർക്കാണ് വരാൻ തോന്നാത്തത്? ആ ആത്മാർത്ഥതയോട് തന്നെയാണ് അദ്ദേഹം വിളിക്കാറുമുള്ളത്. ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ഇസ്ലാമികരോടുള്ള ദേഷ്യം ഒക്കെ വൈരാഗ്യമാണ്, നമ്മൾ എന്താ പറയുക, വർഗീയത പരത്തുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ അതല്ല ഈ റൂമിൻ്റെ ഉദ്ദേശം. തികച്ചും ധാർമ്മികമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ഈ റൂമിനുള്ളത്. അച്ഛൻ ബ്രദർ അത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. ഈ റൂമിന് വലിയൊരു ഉദ്യമമുണ്ട്. നേർവഴിയിലേക്ക് ഒത്തിരി പേരെ നടത്തണം എന്നാണ് ഈ റൂമിൽ എല്ലാവരുടെ മനസ്സിൽ അതേ ഉള്ളൂ. ആരോടും ഒരു വൈരാഗ്യം ഈ റൂമിലില്ല. പിന്നെ ഉള്ള രണ്ടേ മെയിൻ റൂൾസ് അത് ഈ റൂമിലുണ്ട്. അത് ബുദ്ധിമുട്ടാകുന്നവർക്കാണ് ഇവിടെ ശരിക്കും ഒരു ബുദ്ധിമുട്ടായി ഇറങ്ങി പോകേണ്ടി വരാറുള്ളത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് അസഭ്യ സംഭാഷണം, അത് പറ്റില്ല. രണ്ടാമത്തത് റെഫറൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ റൂമിന്റെ ബാക്ക് ബോൺ. ഈ രണ്ട് റൂൾസും ഫോളോ ചെയ്യുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ വന്ന് ചേരാവുന്ന ഒരു വീടാണിത്, ഒരു ഫാമിലിയാണ്. പിന്നെ ഇവിടെ കർത്താവിൻ്റെ സ്നേഹം, എൻ്റെ അനുഭവം, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞത് ഈ റൂമിൽ വന്നപ്പോഴാണ്. എൻ്റെ കർത്താവിൻ്റെ സ്നേഹവും മഹിമയും വാല്യൂ ഞാൻ അറിഞ്ഞത്. സോ അത് ഞാൻ എന്നും പറയും. ഇവിടുന്നാണ് ഞാൻ കർത്താവിനെ പറ്റി പഠിക്കണം, കർത്താവിൽ വളരണം എന്ന തീരുമാനമെടുത്തത് ഈ റൂമിൽ നിന്നാണ്. ഞാൻ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ റൂമിന് തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞാൻ താഴെ ഇരിക്കുന്ന സഹോദരിമാരോടും പറയുന്ന, ഇതിപ്പം വലിയ ബിഗ് ഡേ സെലിബ്രേഷൻ ആണ്. അപ്പം നമുക്ക് അത്രയും ടൈം കിട്ടില്ലായിരിക്കാം. പക്ഷെ എന്നാലും മറ്റു ദിവസങ്ങളിൽ മുകളിൽ കയറി വന്ന് സംസാരിക്കണം, സംശയങ്ങളൊക്കെ ചോദിക്കണം. ആദ്യത്തെ ദിവസം 1-2 തവണ വന്നു കഴിയുമ്പം ആ ഒരു ഇത് മാറും. നമ്മളുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഈ റൂമിൽ. അവരവർക്ക് പറ്റുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സത്യ ബ്രദറും വാരിയ ബ്രദറും ഗിബോ ബ്രദറും ഒക്കെ അജീഷ് ബ്രദർ ഒക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള വാക്സാമർത്ഥ്യം ഒന്നും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ റൂം 200 അല്ല, 300 അല്ല, 500 അല്ല. നേരത്തെ ഏതോ ഒരു സഹോദരൻ പറഞ്ഞ പോലെ 2000 5000 ദിവസങ്ങളൊക്കെ ഓടും. കാരണം അതിനു വേണ്ടിയുള്ളത് നമ്മുടെ മുഹമ്മദ് നബീസായും സഹാബിമാരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് ഒരു പുസ്തകം തന്നെ എടുത്താൽ മതിയല്ലോ ഓടിക്കാൻ. അപ്പം എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് സംസാരിക്കാനുള്ളത്, ഇവിടെ വരിക, നന്നായിട്ട് പെരുമാറുക, ഇവിടുന്ന് കേട്ട് പഠിക്കുക, കർത്താവിനെ അറിയുക, ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക. 30 seconds more. Thank you so much for giving me opportunity. May God bless you everyone and best of luck. Thank you.
താങ്ക് യു സിസ്റ്റർ. ഫോർ പ്രൈസ് സിസ്റ്റർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. എന്താ പറയുക, ഡെയിലി ഉള്ള നമ്മുടെ ഒരു പ്രസൻസ് ആണ്. ഒരുപാട് ഫീഡ്ബാക്ക് തരാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. സോ കടന്നു വന്ന് തങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്തതിൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. എബ്രഹാം ബ്രദർ കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, നമ്മുടെ റൂമിൻ്റെ ഒരു ഗുഡ്നെസ് പറയാൻ വെച്ചു. വെരി ഗുഡ് ടു ഹാവ് യു ഹിയർ. ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ് എബ്രഹാം ബ്രദറിനെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇവിടെ ലഭിച്ചു എന്നുള്ളത്. ഒരല്പസമയം എടുത്തുകൊണ്ട് ഈ റൂമിൻ്റെ എന്താണ് ഈ റൂമിൽ നിന്നും അങ്ങ് കണ്ട ഗുഡ്നെസ് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പറയാമോ? അല്ലെങ്കിൽ ചില ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ? എന്തെല്ലാമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി തിരുത്തേണ്ടതുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു സീനിയർ എന്ന നിലയിൽ എബ്രഹാം ബ്രദർ കുറച്ച് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും, ഞങ്ങൾ പ്രിവിലേജ്ഡ് ആയിരിക്കും. താങ്ക് യു ബ്രദറെ. പ്രൈസ് ലോഡ് എല്ലാവർക്കും പ്രൈസ് ലോഡ് അച്ഛൻ കുഞ്ഞു ബ്രദറെ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഏകദേശം 2 വർഷമായി ഈ ക്ലബ് ഹൗസിൽ വന്നത്. ഈ ക്ലബ് ഹൗസിൽ വന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഇവിടെ നമ്മൾ ക്ലബ് ഹൗസിൽ നോക്കിയാൽ ഏറ്റവും കൂടുതലും റൂംസ് ഉള്ളത് മുസ്ലിങ്ങളുടെ റൂമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ റൂം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷെ അന്ന് മുതൽ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരാണ് നസീം ബ്രദർ, അതുപോലെ നമ്മുടെ അജീഷ് ബ്രദർ, പിന്നെ അത് കഴിഞ്ഞ് ഈ വാര്യ ബ്രദർ, ഈ സത്യ ബ്രദർ, ഇവരൊക്കെ ഒരുപാട് ഇത് പഠിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് അജീഷ് ബ്രദറിൽ നിന്ന് പഠിച്ചു, ചക്കോ പാസ്റ്ററിൽ നിന്ന് പഠിച്ചു, വർഗീസ് പാസ്റ്ററിൽ നിന്ന് പഠിച്ചു. പക്ഷേ ഞാൻ ഈ ക്ലബ് ഹൗസ് ഇതിൽ വരുമ്പോൾ ഞാൻ ഈ നസ്രീം ബ്രദറിന് ഒരുപാട് സോഴ്സുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നസ്രീം ബ്രദർ പുറയിൽ ചാനലിടും, ഇതിലിടും, ബ്രദറെ അതിൻ്റെ ഇത് തരണം, അതിൻ്റെ ഇത് തരണം എന്ന് പറയും. ഞാനിത് കണ്ടതിൽ ഈ 2 വർഷം കൊണ്ട് അറിവിൽ ഏറ്റവും കൂടുതൽ വളർന്നത് നസീം ബ്രദറാണ്. അതിൽ ഞാൻ ദൈവത്തിൽ അഭിമാനിക്കുന്നു, ആ സഹോദരനെ ഓർത്ത്. ഇപ്പം ഞാൻ ആ സഹോദരൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് പല കാര്യങ്ങളും. അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് ഈ 2 വർഷം കൊണ്ട് ഇത്രയും ഇസ്ലാമിക് ഇതിൽ ഇത്രയും നോളേജ് ആർജിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ആ സഹോദരൻ നോളേജ് ആർജിച്ചു. ഇപ്പോൾ ദൈവം നസ്രീം ബ്രദറിനെ കൊണ്ട് വളരെ അധികമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയാം, ആ സഹോദരൻ വളരെ പ്രയോജനപ്പെടും. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ആ സഹോദരൻ കർത്താവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ സഹോദരനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇത്രയും വളർത്തിയത്. അതുപോലെ തന്നെ ഈ കമ്പനി, അതുപോലെ തന്നെ ആൾക്കാരെടുത്ത് നല്ലതായിട്ട് സംസാരിച്ച് അവരെ തൻ്റെ കൂടെ കൂട്ടാൻ അദ്ദേഹത്തിന് ഭയങ്കര കഴിവാണ്. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാത്തുൻ താഷ് വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ് പോയിട്ടുണ്ട്. അൽഫാദി, അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഇതിൽ വരെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ അത്രയും ദൈവം അദ്ദേഹത്തെ കൊണ്ട് ഉപയോഗിക്കുന്നു. ഇനി ഭാവിയിൽ മലയാളക്കരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു സഹോദരനെ അദ്ദേഹം മാറും. അദ്ദേഹത്തെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം റൂമുകളാണ്. അതുപോലെ തന്നെ പല ക്ലബ് ഹൗസിൽ പല ക്ലബ്ബുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടമറുക എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ മുറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാർത്തിക എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ മുറിയുണ്ട്. നിങ്ങളെല്ലാം ഇത് ഓർക്കുന്നുണ്ടോ? അതെല്ലാം നിങ്ങളെല്ലാം മറന്നുപോയോ? ഇതെത്ര കഴിഞ്ഞിട്ടും ഈ അച്ഛൻ ബ്രദർ ഇത് തുടങ്ങിയിട്ട് ഇന്ന് ക്ലബ് ഹൗസിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും കാണാനില്ല. ഇന്ന് മുസ്ലിങ്ങളുടെ റൂം വിരലെണ്ണാവുന്നേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ അത് വന്നിട്ട് ഇവിടെ ഈ സഹോദരന്മാരെ തെറി പറയുന്നല്ലാതെ ഒരു കാര്യവുമില്ല. അതുപോലെ സാപ്പിയൻസിനെ കാണാനില്ല, മഷി വിട്ടു നോക്കിയാൽ കാണാനില്ല, നിരീശ്വരവാദികളെ കാണാനില്ല. അതുപോലെ മറ്റ് ഏത് റൂമിൽ നിങ്ങൾ എടുത്തു നോക്ക്, കാർത്തിക് എന്ന് പറഞ്ഞൊരു സഹോദരൻ വന്നു, ആരെയും കാണാനില്ല. ഇതിൻ്റെ എല്ലാം കാരണം എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു കഴിവൊന്നുമില്ല കേട്ടോ. നമ്മൾ വെറും സാധാരണ മനുഷ്യരാണ്, നമുക്ക് ഒരു കഴിവുമില്ല. നമ്മളെ ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ മാത്രമല്ല, അത് നമുക്ക് ഒന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? 200 ദിവസം തുടർച്ചയായിട്ട്, ഇത് ആർക്കും കഴിയാത്ത സംഭവമാണിത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് ഇട്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു? അത് നമ്മൾ പിൻപറ്റുന്ന ആശയമാണ്, നമ്മൾ പിൻപറ്റുന്ന വ്യക്തിയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മേന്മയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ യേശുക്രിസ്തുവിൻ്റെ ആശയത്തിനൊരു പഞ്ഞമില്ല.
അത് ചിന്തിക്കും തോറും ആശയത്തിലോട്ട് നമ്മൾ അങ്ങ് വീഴുക. ഓരോ ദിവസം എടുത്താലും വചനം വായിക്കുമ്പോൾ ഒരു ദിവസം ഇന്നലെ വായിച്ച വചനം തന്നെ ഇന്ന് വായിക്കുമ്പോൾ മറ്റൊരാശയമാണ് നമുക്ക്. അതുപോലെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിനെ സ്നേഹിക്കുന്നില്ല, യേശുവിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എല്ലാവരും അഭിമാനിക്കണം. ഒരിടത്തും നമുക്ക് തല താഴത്തിൻ്റെ അവസ്ഥ വരത്തില്ല. ഒരിടത്തും നമ്മൾ ഇവിടെ വന്ന് പലപ്പോഴും ഇസ്ലാമിക സഹോദരന്മാർ പറയുന്നുണ്ട് മുഹമ്മദിനെ കുറിച്ച് 100 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്ന് ഈ സത്യാബ്രദറൊക്കെ ഒരു ഗുണമാണ് ചോദിക്കുന്നത്, അതുപോലും പറയാൻ കഴിയുന്നില്ല. അതേസമയം ഇന്ന് ഇവിടെ തോമസ് ബ്രദർ പാടി, എന്തും മനോഹരമായിട്ട് പാടി. ആ പാട്ടിലെ തുല്യം ചൊല്ലാൻ ആരുമില്ല നിന്നെപ്പോലെ യേശുവേ. ഒരൊറ്റ കാര്യം മാത്രം മതി. അതുപോലെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പിൻപറ്റുന്ന ആശയം, നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണസ്നേഹിതനായ കർത്താവ്, അവൻ മഹാരാജാവായിരിക്കുമ്പോൾ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. ഏത് വിഷയവും യേശുവിനടുത്ത് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പറയാം, നമ്മുടെ കൂട്ടുകാരനാണ്. ആ യേശുവിനെ പിൻപറ്റുന്നതുകൊണ്ട് ഒരിടത്തും നമുക്ക് തല താഴ്ത്തേണ്ടി വരത്തില്ല സഹോദരന്മാർ, ഒരിടത്തും. അതുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കുക. അച്ഛൻ ബ്രദറിന് എനിക്ക് പറയാൻ മേല, അച്ഛൻ ബ്രദർ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അത്രയിൽ നിർത്തുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭയപ്പെടരുത്, ഭയം പാടില്ല. കാരണം ഈ മുസ്ലിങ്ങൾ ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ മണിപ്പൂരിൻ്റെ അവസ്ഥ എടുത്തു നോക്കുക, അതുപോലെ തന്നെ മറ്റ് ഇപ്പം ഐസിസ് വന്നപ്പോൾ ഇറാഖ് ഇറാനിലെ സംഭവങ്ങൾ എടുത്തു നോക്കുക. എന്തുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത്? മണിപ്പൂരിൽ BJPക്ക് അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദികൾക്ക് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഐസിസിന് എന്തിനാണ് ക്രിസ്ത്യാനികളെ കൊല്ലേണ്ടി വരുന്നത്? ഇൻസെക്യൂരിറ്റിയാണ്. ഒരൊറ്റ വാക്കി പറഞ്ഞ ഇൻസെക്യൂരിറ്റിയാണ്. അതായത് നമ്മൾ പിടിക്കുന്ന ആശയം, നമ്മൾ പറയുന്ന ആശയം, ഇതിനോട് കിടപിടിക്കാൻ ഒന്നുമില്ല. ഈ ഭൂമിയിൽ മറ്റൊരാശയമില്ല, മറ്റൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ നമ്മളെ നിശബ്ദനാക്കിയേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ആശയത്തോണ്ട് നേരിടാൻ പറ്റത്തില്ല. അതൊരു ഇസ്ലാം ആകട്ടെ, അള്ളാഹു ആകട്ടെ, അള്ളാഹു തലകുത്തി ഇന്ന് കഴിയത്തില്ല. അത് ശിവനാകട്ടെ, അത് ഏത് ഹൈന്ദവനാകട്ടെ, പരബ്രഹ്മം ആകട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെ മുമ്പിൽ കിടപിടിക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഒരു നിരീശ്വരവാദിക്കും കഴിയത്തില്ല, ഒരു സംഭവത്തിനും കഴിയത്തില്ല. പിന്നെ ആകെപ്പാടെ നമ്മളെ പറ്റുന്നത് എന്താ? നമ്മളെ തെറി പറയാം, നമ്മുടെ തല വെട്ടാം, നമ്മളെ നിശബ്ദനാക്കാം. ഇത് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് 2000 വർഷമായിട്ടും ലോകത്തിലെ പല രാജാക്കന്മാരും ശ്രമിച്ചു പരാജയപ്പെട്ട സംഭവം അതാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടരുത്. നമ്മുടെ കയ്യിൽ അതുപോലെ ആശയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഇസ്ലാം സഹോദരന്മാർക്ക് കൂടുതൽ സമയം കൊടുക്കണം. അവർ പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് നമുക്ക് അവരെ തുറന്നു കാണിക്കാം എന്നൊരൊറ്റ സജഷൻ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. സഹോദര, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് നിങ്ങൾ പറയുന്നു. ദൈവമല്ലെങ്കിൽ ആര്? നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിന് നിങ്ങൾ ഉത്തരം തരണേ പറ്റുള്ളൂ. ദൈവം അല്ലെങ്കിൽ അവൻ ആര്? നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. യേശു ക്രിസ്തു, അത് സക്കീർ നായിക്കിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു അബദ്ധമാണ്. അദ്ദേഹം ഒരു വിഡ്ഢിത്തമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. അതായത് യേശു ക്രിസ്തു എങ്ങും അൺഎക്വിക്കലായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കാൻ. അദ്ദേഹം പറഞ്ഞൊരു വിഡ്ഢിത്തരമാണ്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാ മുസ്ലിങ്ങളും അത് പറയുന്നുണ്ട്. അതേ ലോജിക്ക് വെച്ച് ഖുറാനകത്ത് അള്ളാഹു ഒരൊറ്റ ആയത്ത് കൊണ്ടു അള്ളാഹു അൺഎക്വിക്കലായിട്ട് മുഹമ്മദിനോട് ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കാൻ എന്ന് പറഞ്ഞൊരു വേഴ്സ് കൊണ്ടുപോവാ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ സക്കീർ നായിക്കിൻ്റെ ലോജിക്ക് അനുസരിച്ച് അള്ളാഹു ദൈവമല്ല. അത് അദ്ദേഹം പറയുന്ന ലോജിക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ബാധകം, മറ്റേ അള്ളാഹുവിനും ബാധകമല്ലേ. അദ്ദേഹം ദൈവമല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, യേശു ക്രിസ്തു ദൈവം അല്ലെങ്കിൽ ആര്? നിങ്ങൾ പറയുന്നത് ശരിയാ, യേശു ക്രിസ്തു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ പറയാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ മലയാളക്കരയിൽ മാതാ അമൃതാനന്ദമയുണ്ട്, അല്ലെങ്കിൽ സായിബാബ ഉണ്ടായിരുന്നു. അവരൊക്കെ ദൈവങ്ങളാണെന്ന് ക്ലെയിം ചെയ്തവരാണ്. മനുഷ്യന് ക്ലെയിം ചെയ്യണം. ഇപ്പം ഞാൻ ദൈവമാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ ക്ലെയിം ചെയ്യണം. അതേസമയം ദൈവത്തിന്, ജഡമായി വന്ന ദൈവത്തിന് ഞാൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. പകരം തെളിയിച്ചാൽ മതി. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒരൊറ്റ വാക്കിനാൽ കുരുടനെ സൗഖ്യമാക്കും. ഒരൊറ്റ വാക്കിനാൽ മുടന്തിനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റുന്നു. ഒരൊറ്റ വാക്കിനാൽ മരിച്ചവനോട് ഉണരുക ബാലേ എന്ന് പറയുമ്പോൾ ഉണരുന്നു. ഒരൊറ്റ വാക്കിനാൽ മരിച്ച് 4 ദിവസമായവൻ ഇറങ്ങി വരുന്നു. ഒന്നിൻ്റെയും ഇതാവില്ല, കടലിന്മേൽ നടക്കുന്നു.
കാറ്റിനോടും കടലിനോടും പറയുന്നു ശാന്തമാകാൻ പറയുന്നു, ശാന്തമാകുന്നു. തെളിയിക്കുക. ഇവിടെ ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? യേശുക്രിസ്തു ദൈവമാണ്, അതുകൊണ്ട് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ക്ലെയിം ചെയ്യണം. പകരം യേശുക്രിസ്തുവിന് എന്ത് ചെയ്താൽ മതി? തെളിയിച്ചാൽ മതി. അത് തെളിയിച്ചു. അത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും എത്രയോ അത്ഭുതങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്നും എത്രയോ ആൾക്കാർ സൗഖ്യമാക്കുക, എത്രയോ കുരുടന്മാർ കാഴ്ച കിട്ടുന്നു, എത്രയോ ചെവി കേൾക്കാത്തവർ കേൾക്കുന്നു, എത്രയോ സംസാരിക്കാൻ കഴിയാത്തവർ സംസാരിക്കുന്നു, എത്രയോ ക്യാൻസറിനാലുള്ളവർ മാറിപ്പോകുന്നു. ഇന്നും അത്ഭുതം നടക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതാണ് യേശുക്രിസ്തുവിന്റെ മഹിമ. രണ്ടാമത്തെ കാര്യം എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ വലിയതായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു ദൈവമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രണ്ട്, മുഹമ്മദ് പ്രവാചകനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന്, ഖുറാൻ എന്തോ ശ്രേഷ്ഠതയുള്ളത് ഗ്രന്ഥമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് മൂന്നും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ തെളിയിക്കാം, ഞാൻ ചുമ്മാ പറയത്തല്ല. കാരണം നിങ്ങളൊരു വെള്ള പേപ്പർ എടുക്കുക. ഈ വെള്ള പേപ്പറിൽ നിങ്ങൾ ബാക്കി എല്ലാം മറക്കുക. അള്ളാഹുവിനെ കുറിച്ച് മറക്കുക, ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് മറന്നിട്ട് ഒരു ദൈവം എന്തൊക്കെ ആയിരിക്കണമെന്ന് നിങ്ങൾ ആ വെള്ള പേപ്പറിൽ എഴുതുക. ഒരു ദൈവം എന്തൊക്കെ ആയിരിക്കണം, എന്നിട്ട് അത് അള്ളാഹുവിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അള്ളാഹു അവിടെ പരാജയപ്പെടും. കാരണം ഞാൻ ഒന്നാമത്തെ ഇത് പറയാം. ദൈവമായിരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവം സ്നേഹമാകുന്നു. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം മനുഷ്യന്റെ സ്നേഹമല്ല, അതിലും അപ്പുറമായിരിക്കണം ആ സ്നേഹം. ആ സ്നേഹം യൂണിവേഴ്സൽ സ്നേഹമായിരിക്കണം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സ്നേഹം മാത്രമല്ല, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും, അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അറബി സംസാരിക്കുന്നവനാകട്ടെ മലയാളം സംസാരിക്കുന്നവനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ ജപ്പാൻകാരനാകട്ടെ, കൊറിയക്കാരനാകട്ടെ ചൈനക്കാരനാകട്ടെ, ഇംഗ്ലണ്ടുകാരനാകട്ടെ കാനഡക്കാരനാകട്ടെ, സംസാരിക്കാൻ കഴിവില്ലാത്തവനാകട്ടെ നടക്കാൻ കഴിവില്ലാത്തവനാകട്ടെ, സകലരെയും, പാപിയാകട്ടെ വിശുദ്ധനാകട്ടെ, സകലരെയും ഒരുപോലെ സ്നേഹിക്കണം. അതാണ് യൂണിവേഴ്സൽ ലവ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ ലവ്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന് കണ്ടീഷൻ പാടില്ല. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ അള്ളാഹുവിൽ അപ്ലൈ ചെയ്ത് നോക്ക്. അള്ളാഹുവിന് യൂണിവേഴ്സൽ ലവ് ഉണ്ടോ? ഇല്ല. അള്ളാഹു ക്രിസ്ത്യാനികളെയും യഹൂദരെയും വെറുക്കുന്നു. ഹെയ്റ്റ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരത്തില്ല. ഹെയ്റ്റ് പിശാചിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. അള്ളാഹു അൺബിലീവേഴ്സിനെ ഹെയ്റ്റ് ചെയ്യുന്നു. അള്ളാഹു കാഫിറിനെ ഹെയ്റ്റ് ചെയ്യുന്നു. അതൊരിക്കലും ദൈവത്തിനുള്ള ക്വാളിറ്റി അല്ല, അത് പിശാചിനുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ അവിടെ തോറ്റുപോയി. രണ്ടാമത്, ദൈവം വിശുദ്ധനായിരിക്കണം, ഹോളി. ആർക്കും അടുക്കാൻ കഴിയാൻ മേലാത്ത വിശുദ്ധനായിരിക്കണം ദൈവം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൂതന്മാർക്ക് പോലും തൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയത്തില്ല. രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് ദേഹം മറച്ച്, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് അവര് സദാസമയവും ദൈവമേ അവിടുന്ന് വിശുദ്ധനാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ദൂതന്മാർ. അവർക്ക് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നേരിട്ട് നോക്കാൻ കഴിയത്തില്ല. ബൈബിൾ എങ്ങനെ പഠിപ്പിക്കുന്നത്? ആർക്കും അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവൻ, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപിടവുമായിരിക്കുന്ന ആ ദൈവം, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ആ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ എത്ര നീതി പ്രവർത്തി ചെയ്താലും, നമ്മുടെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും, എത്ര ത്യാഗമുള്ള സ്നേഹം എത്ര വലിയ നീതി പ്രവർത്തി ചെയ്താലും, ആ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ആ ഒരു നീതി പ്രവൃത്തിയും ഒന്നും അല്ല. അതെല്ലാം കറ പുരണ്ട ഒരു ചെളി പുരണ്ട ഒരു വസ്ത്രം പോലെയാ ദൈവത്തിന്റെ മുമ്പിൽ. കാരണം മനുഷ്യൻ എത്ര ചെയ്താലും ദൈവത്തിന്റെ നീതിയുടെ അത്രയും എത്തത്തില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന നീതി പ്രവർത്തികൾ സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണ്. എനിക്കെന്തെങ്കിലും കിട്ടണം, അതായത് നമ്മൾ ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പോലും നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തി, ഒന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ ദൈവത്തോട് നീതി ലഭിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന സകല നീതി പ്രവർത്തിയും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ ഒന്നിനും കഴിവില്ല. നിങ്ങൾ അള്ളാഹുവിനെ എടുത്തു നോക്ക്. അള്ളാഹു വിശുദ്ധനാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മ്ലേച്ഛനായ മനുഷ്യന്റെ മ്ലേച്ഛ പ്രവർത്തികൾ, അതായത് തൻ്റെ മരുമോന്റെ ഭാര്യയെ ആഗ്രഹിച്ചിട്ട് ആ ഭാര്യയെ കൊടുക്കുന്ന, നിങ്ങൾക്കറിയാം ഏത് കുറ്റപത്രത്തിലും കുറ്റം ചെയ്യുന്നതിനെ അതിനേക്കാളും വലിയ കുറ്റമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവന്. ഗൂഢാലോചന കുറ്റം എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ്. കൊലപാതകം ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവന്.
അപ്പോൾ ഇവിടെ അള്ളാഹു ആണോ വലിയ മ്ലേച്ഛത പ്രവർത്തിക്കുന്നത്, അതന്നെ അള്ളാഹുവിന്റെ പ്രവാചകനാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ വിശുദ്ധി എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനമില്ല ഈ ദൈവത്തിന്. മൂന്നാമത്, ദൈവം നീതിയുള്ളവനായിരിക്കണം. നീതിയാണ് ദൈവിക സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. നീതി. ആ നീതിക്ക് മുഖപക്ഷമില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ തൻ്റെ ഭക്തനോ തൻ്റെ ഭക്തനല്ലാത്തവനൊന്നും ഒരു വ്യത്യാസമില്ല. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ നോക്ക്. നിനക്ക് മാത്രം ഞാൻ ഇത് അനുവദിച്ചു, നിനക്ക് യാതൊരു, നമ്മുടെ സത്യാവ്രതർ പറയുന്നത്, നിനക്ക് യാതൊരു കുഴപ്പവും വരാതിരിക്കാൻ നിനക്ക് മാത്രം ഞാൻ ഇത് അനുവദിച്ചിരിക്കുന്നു. അതൊരിക്കലും ഒരു ദൈവത്തിൽ നിന്ന് വരത്തില്ല. അത് പിശാചിൽ നിന്നേ വരത്തുള്ളൂ. ആവശ്യാനുസരണം ഗോൾ പോസ്റ്റ് മാറ്റുന്ന അവസ്ഥ പിശാചിൽ നിന്ന് വരത്തുള്ളൂ, ദൈവത്തിൽ നിന്ന് വരത്തില്ല. കാരണം ദൈവം മുഖപക്ഷമില്ലാത്തവനായിരിക്കണം. അവന്റെ നീതി അവന്റെ പ്രവാചകനും അവന്റെ പ്രവാചകൻ അല്ലാത്ത സാധാരണ മനുഷ്യനും ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ ദൈവമായിരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ദൈവമല്ല. അള്ളാഹു ദൈവമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും, മുഹമ്മദ് ഒരു പ്രവാചകനല്ല, അദ്ദേഹം വളരെ മ്ലേച്ഛനായ ഒരു മനുഷ്യനാണ്. ഈ അള്ളാഹു എന്നുള്ള ഈ ദൈവസങ്കല്പത്തെ അദ്ദേഹത്തിന്റെ ബെനിഫിറ്റിനായി, അദ്ദേഹത്തിന് സ്ത്രീകളെ ആസ്വദിക്കാനും സ്വത്ത് കൂട്ടാനും അദ്ദേഹം ഉപയോഗിച്ച ഒരു പേര് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയും മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ പറയുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും എത്രയോ മഹത്വത്തിലിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു ആരെന്ന് മനസ്സിലാക്കണേ. ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിനെ മനസ്സിലാകത്തുള്ളൂ. യേശുക്രിസ്തു ആര്? വളരെ സിമ്പിളാ യേശുക്രിസ്തു ആരെന്ന് പറയാൻ. ഒരു ഇതുമില്ല. ദൈവം ജഡമായി ഭൂമിയിൽ വന്നു, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല, ദൂതന്മാർക്ക് പോലും കഴിയത്തില്ല. ദൂതന്മാർ പോലും തെറ്റിപ്പോവും. ആ അവസ്ഥയിൽ ദൈവം ജഡമായി ഭൂമിയിൽ വന്നു, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി തന്നെത്താനെ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി, തൻ്റെ സൃഷ്ടികളുടെ കയ്യിൽ നിന്ന് അടിയേൽപ്പിക്കാൻ അവൻ തന്നെത്താനെ താഴ്ത്തി, മരണത്താൽ പാപത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. താൻ ദൈവമെന്ന് സകല ജനത്തിനു മുമ്പേ തെളിയിച്ചവൻ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു അന്നുള്ളതുപോലെ ഇന്നും നിത്യനായി ജീവിക്കുന്നു. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിനല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്തുടരുന്ന ആശയത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ പിന്തുടരുന്ന ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, മരണഭയവുമില്ല. ഇന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ കണ്ണു തുറക്കുന്നത് ഞങ്ങളുടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇന്ന് മരിച്ചാൽ അത് നല്ലതെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് ഈ ആശയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിന്ന് ചിന്തിച്ചു നോക്ക്. ഒന്ന് ചിന്തിക്കാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ പിന്തുടരുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹാദൈവത്തെ, എത്ര ഭാഗ്യമരാന്നറിയോ? യേശുക്രിസ്തു പറയുന്നു, ലോകാവസാനത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയമില്ലാത്തത്. ഞങ്ങളെ എത്ര രാജാക്കന്മാർ കൊന്നതാ, എത്ര പേര് മുടിച്ചതാ. മുസ്ലിങ്ങൾ തന്നെ എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നു. 270 മില്യൺ ക്രിസ്ത്യനെ ആ മുസ്ലിങ്ങൾ കൊന്നത്. എന്നിട്ട് ഈ ആശയം തീർന്നോ? ഇത് തീർന്നോ? ഇത് തീരത്തില്ല. ഇന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുണ്ട്, ചൈന, നോർത്ത് കൊറിയ. നിങ്ങൾ നോക്കിയോ, സമീപ ഭാവിയിൽ ഗോഡ് വില്ലിങ് ആ കൺട്രീസ് ക്രിസ്ത്യൻ കൺട്രി ആവും. ഇന്ന് മണിപ്പൂരിൽ ഞങ്ങളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നാളെ ദൈവം അവിടെ പ്രവർത്തിക്കും. ഒരിടത്ത് ഒരു ക്രിസ്ത്യാനിയുടെ രക്തം വീണിട്ടുണ്ടെങ്കിൽ അവിടുന്ന് 1000 ക്രിസ്ത്യാനികൾ എഴുന്നേൽക്കും. അങ്ങനെയായി സഭ വളർന്നിട്ടുള്ളത്. ഇത് രക്തസാക്ഷികളുടെ രക്തത്തിന്മേൽ പണിതെടുത്ത സഭയാ. ഇത് സാത്താനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. ദൈവം ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ഞങ്ങളുടെ മരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കർത്താവ് വാനമേഘങ്ങൾ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. അത് സമീപ ഭാവിയിൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് ഞങ്ങളുടെ മുമ്പേ മരിച്ച ഞങ്ങളുടെ വിശുദ്ധന്മാർ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രൂപാന്തരം പ്രാപിച്ച്
അവൻ്റെ ശരീരത്തോട് ഏകനായി തീർന്ന് ആ ദൈവത്തെ ആകാശത്തിൽ എഴുന്നള്ളി സ്വീകരിക്കുന്നതിനുള്ള വിശ്വാസമാണ് ആ ഒരു വിശുദ്ധ പ്രത്യാശയാണ് ഞങ്ങൾ ഓരോരുത്തരും ആവേശം പകരുന്നത്. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് വിശ്വസിക്കാൻ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു ബ്രദേഴ്സ്. താങ്ക് യു സോ മച്ച് അബ്രഹാം ബ്രദറെ. താങ്ക് യു. വളരെ മനോഹരമായി അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, ഈ ഒരു മിനിസ്ട്രി ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളെ അങ്ങനെയൊന്നും പറഞ്ഞ് തളർത്താനും കഴിയുകയില്ല എന്നുള്ള ഒരു ദൃഢധൈര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചാണ് എബ്രഹാം ബ്രദർ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ഒരു വരി പാടിയിട്ട് നമുക്ക് ഡോക്ടർ ജോസിലേക്ക് പോകേണ്ടത് ആവശ്യമുണ്ട്. ഒരു 2 മിനിറ്റ് സമയം. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറാ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലീം രാജനീത വരുവാറാ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ, ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ, ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ, ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറാ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറാ. അന്ധതയില്ലാത്ത നാളു വന്നടുത്തേ, സാന്ത്വന ജീവിതം ചെയ്തിടമേ. അന്ധതയില്ലാത്ത നാളു വന്നടുത്തേ, സാന്ത്വന ജീവിതം ചെയ്തിടമേ. അന്ധകാര പ്രഭു വെളിപ്പെടും മുൻപേ, അന്ധകാര പ്രഭു വെളിപ്പെടും മുൻപേ, സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേ നാം, സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേ നാം. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറായി. തിരുസഭയെ നിൻ ദീപങ്ങളെന്നും സൂര്യപ്രഭ പോൽ വിളങ്ങിടട്ടെ. തിരുസഭയെ നിൻ ദീപങ്ങളെന്നും സൂര്യപ്രഭ പോൽ വിളങ്ങിടട്ടെ. മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മണവാളനോട് നാം മറുരൂപരാകും, മണവാളനോട് നാം മറുരൂപരാകും. മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മണവാളനോട് നാം അനുരൂപരാകും, മണവാളനോട് നാം അനുരൂപരാകും. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറാ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലി രാജനീത വരുവാറാ. മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മഹിമയിൻ തേജസ്സിൽ എഴുന്നള്ളി വരുമ്പോൾ, മണവാളനോട്
പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഗിവർഷ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അദ്ദേഹം പ്രൈസ് ദി ലോർഡ് പറഞ്ഞാണ് പറയുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ സഹോദരന്മാരെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ശരീരത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് കൊല്ലുവാൻ സാധിച്ചേക്കാം. ചില സെൻറ്റൻസുകളൊക്കെ പലപ്പോഴും നാട്ടിലൊക്കെ വന്നു പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. അതേ സഹോദരന്മാരെ, അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ശരീരത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചേക്കാം, അല്ലെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചേക്കാം. എന്നിരുന്നാലും ആ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ആ രക്തത്തിൽ നിന്നും ആയിരം സഹോദരന്മാർ അല്ലെങ്കിൽ ആയിരം കുഞ്ഞുങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്നുള്ളത് ഞങ്ങളുടെ പ്രത്യാശയാണ്. അത് ഞങ്ങൾക്ക് ഭയമില്ലാത്തതിൻ്റെ കാരണവും ആ പാട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയമില്ലാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ ഈ മർത്യമായ ശരീരം, അത് ഞങ്ങൾ വിശ്വസിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഇവിടെ ഈ ഭൂമിയിൽ എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഭൂമിയിൽ അഴുകി ഇല്ലായ്മയാകണം. ഈ ദ്രവത്വമുള്ളതാണ്. ഞങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും ദിവ്യമായ ശരീരമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഈ ശരീരം എന്ന് പറയുന്നത് ദ്രവത്വമുള്ള, ഈ ശരീരം അദ്രവത്വമുള്ളതായി തീരണം. ഞങ്ങളുടെ ശരീരം ഒരിക്കലും അമർത്യമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇത് മർത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും പ്രാപിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകുമെന്ന് തിരുവചനത്തിൽ എഴുതി കർത്താവിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ഞങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ സഹോദരന്മാരെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ തളർത്താൻ സാധിക്കും? എന്തുകൊണ്ട്, ഏത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ തളർത്തുവാൻ സാധിക്കും? ഞങ്ങൾ ആ വിഷയത്തിൽ തളരുകയില്ല സഹോദരന്മാരെ. ഞങ്ങളുടെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ, ഞങ്ങളൊക്കെ മരിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ഞങ്ങൾക്ക് മരിക്കേണ്ടി, അത് എവിടെയെങ്കിലും പോയിട്ട് ബോംബ് പൊട്ടിത്തെറിച്ച് ഞങ്ങൾ ചാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളുടെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാൽ, ഞങ്ങളുടെ കർത്താവിനെ പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെ ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതിൻ്റെ പേരിൽ, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ, ഈ അപ്പോളജറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു പ്രതിസന്ധി നേരിട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം ഞങ്ങൾക്ക് വരിക്കേണ്ടി വന്നാൽ, അത് ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കും. പലപ്പോഴും ഞങ്ങളെ കേൾക്കുന്ന സഹോദരന്മാർക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യം സുപരിചിതമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും തന്നെയാണ് സഹോദരന്മാരെ. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് മരിക്കേണ്ടതാണ്. ജീവനോടിരിക്കുകയാണെങ്കിൽ ആ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെയാണ് ജീവനോട് ശേഷിക്കുന്ന നാം. ആ മുൻപേ ഉള്ള ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളത് അതിലും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നവരാണ് സഹോദരന്മാരെ ഞങ്ങൾ. അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ദ്രവിച്ച് ഈ മണ്ണിനോട് ചേർന്നാലും, ഈ ശരീരത്തിലെ രക്തം ഈ മണ്ണിൽ ചിന്തപ്പെട്ടാൽ, അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും മുൻപേ തന്നെ 1000 മടങ്ങ് കർത്തൃദാസന്മാർ, വചനത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ, കർത്താവിനു വേണ്ടി ശ്രേഷ്ഠരായി നിൽക്കുന്നവർ അവിടെ നിന്നും ഉയർക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ശരീരം ഈ മണ്ണിൽ ദ്രവിച്ചു പോയാലും, ഇന്ന് രാവിലെ പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ, കാഹളങ്ങൾ ധ്വനിക്കുന്നതായ സമയം, പ്രധാന ദൂതന്റെ ശബ്ദം ധ്വനിക്കുന്നതായ സമയം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ അവനോട് കൂടെ രൂപാന്തരപ്പെടും. അത് ഞങ്ങളുടെ പ്രത്യാശയാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ. ആ പ്രത്യാശ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നൽകി ഒന്ന് ഉറപ്പിച്ചതിന് പ്രിയ അബ്രഹാം ബ്രദറിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഡോക്ടർ ജോസ് നമ്മുടെ മധ്യേ ഉണ്ടല്ലോ, അദ്ദേഹം നമുക്ക് കാണുവാൻ സാധിക്കും, വളരെ സുപരിചിതനാണ് അദ്ദേഹം. ക്ലബ് ഹൗസിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ബൈബിളിൻ്റെ സെഷൻസ്, ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ആ റൂമുകൾ ഓപ്പൺ ആക്കുകയും പലപ്പോഴും നമ്മുടെ ഓഡിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു മിനിസ്ട്രി ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ
ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് മൈക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്താണ് പ്രിയ ദേവദാസിൻ്റെ ഈ നാളുകളിൽ സുവിശേഷം കൊണ്ട് സുവിശേഷം വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം ഒന്ന് അല്പസമയം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ താങ്ക് യു വാരിയ ബ്രദറെ. പ്രൈസ് ലോർഡ്. എനിക്ക് ഈ റൂം 200 ദിവസം പിന്നിട്ടു എന്ന് കാണുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയ അച്ചൻകുഞ്ചൻ ഞങ്ങളൊക്കെ നടത്തുന്ന ക്രിസ്ത്യൻ ചർച്ച് റൂമിനകത്ത് വന്ന് തൻ്റെ സാക്ഷ്യങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഒരു സമയത്ത് എങ്ങനെ ഒരു മദ്യപാനിയൊക്കെ ആയി ജീവിച്ചിട്ടൊരു മനുഷ്യൻ കർത്താവിനെ കണ്ട്, അത് തന്നെയാണ് മാറ്റം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം ഒരു മതത്തിനോ ഒരു തത്വസംഹിതയ്ക്കോ വരുത്താൻ ഒരിക്കലും ആർക്കും മാറ്റം വരുത്താൻ സാധിക്കാത്ത ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെ എത്രയോ കോടികളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് സുവിശേഷം വരുന്ന ഒരു മാറ്റം. ഹൃദയത്തിനകത്ത് വരുന്ന ഒരു മാറ്റമാണ്, മതമാറ്റമല്ല. അത് ഹൃദയത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു രക്തത്താൽ നമ്മൾ തളിക്കപ്പെടുമ്പോൾ, യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ നിത്യജീവൻ നമ്മൾ ഓഹരിക്കാരാകുമ്പോൾ, പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അങ്ങനെ പുറമേ നിന്നൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് ഈ ഉണ്ടല്ലോ 5 നേരം നിസ്കരിച്ച്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു യാത്ര പോയി, അല്ലെങ്കിൽ ദാനം കൊടുത്ത് അങ്ങനെ നേടുന്ന ഒരു രക്ഷ ദൈവം വെച്ചിട്ടില്ല. രക്ഷ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. ദൈവത്തിന് വചനം പറയുന്നത് മറ്റൊരു വലയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആ നാമം ഏതാണ്? രക്ഷിക്കപ്പെടാനുള്ള നാമം, ഏക നാമം യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനായിട്ട് വന്നു കർത്താവ് യേശു ക്രിസ്തുവിൽ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്ന് പറയുന്നത് ഒരു ശബ്ദത്തെ കുറിച്ചല്ല പറയുന്നത്, ഒരു വാക്കിനെ കുറിച്ചല്ല പറയുന്നത്. വചനം എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്, ഒരാളത്വം. അതാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ എനിക്ക് ഈ റൂമിന്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അച്ചൻകുഞ്ചാനെ അത് മാത്രമല്ല, ഒരു ടീം ഇതുപോലെ ഇവിടെ കാണുന്ന വാരിയർ ബ്രദർ, സുധീഷ് ബ്രദർ എപ്പോഴും ഇവിടെ ഉണ്ട്. ഈ സത്യ ബ്രദർ വളരെ പ്രഗത്ഭമായിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ഗിബോ ബ്രദർ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന പലരും, പ്രൈസ് ലീ സിസ്റ്റർ, അങ്ങനെ അനേകര്, നമ്മുടെ നാസറിൻ ബ്രദർ, പ്രൈസ് ലോർഡ്, നാസറിൻ ബ്രദറിനെ എനിക്ക് പരിചയമുണ്ട്. ഇങ്ങനെ ഒരു പ്രഗത്ഭമായ ഒരു ടീം ദൈവത്തോട് തന്നിരിക്കുകയാണ്. ഇത് ദൈവത്താൽ സംഭവിച്ചൊരു കാര്യമാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം, ഞാനിതൊക്കെ ക്ലബ് ഹൗസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നമ്മളിപ്പോൾ നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ ഗൈഡൻസ് ആയാലും ചിലപ്പോൾ അത് ഇല്ലെങ്കിലും സാധിക്കും. എന്നാൽ എനിക്ക് ദൈവം ഇംഗ്ലീഷിലൊരു ബൈബിൾ സ്റ്റഡി നടത്തുന്ന ഒരു റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ വന്നിപ്പോൾ 2 വർഷമായി. വന്ന ആഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്നോട് വളരെ കൃത്യമായിട്ട് ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പിന്നീട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പലര് വന്ന് അതിനോട് ജോയിൻ ചെയ്തു. അപ്പോൾ അതാണ് വേറൊരു അതിശയം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു ടീമിനെ, അതെന്ന് പറഞ്ഞാൽ ഖുറാനെ കുറിച്ച് പറയുന്ന മാത്രമല്ല, ഇതിനിടയ്ക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ റൂമിന്റെ. ഞാൻ താഴെ വന്നേച്ചും എല്ലായ്പ്പോഴും എനിക്ക് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാലും, കണ്ടിന്യൂസ് ആയിട്ട് എല്ലായ്പ്പോഴും കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാലും, വരുന്ന സമയത്തൊക്കെ ഇസ്ലാമിന്റെ കാര്യം മാത്രമല്ല, അതിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ചൻകുഞ്ചൻ എന്തെങ്കിലും പറയാൻ മൈക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് കേട്ടായിരുന്നു. ഓക്കെ, ഇല്ല പറഞ്ഞോളൂ. ഓക്കെ. അപ്പോഴേ എനിക്ക് റൂമിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 200 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അത് വളരെ ഗഹനമായിട്ടാണ് ഈ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റീപ്ലേ അവിടെ ഉണ്ടല്ലോ. ഓരോരുത്തരും അത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഇവരോട് സുവിശേഷം പറയാം. കാരണം ലോകത്തിന്റെ ഒരു ജനസംഖ്യ ഒരു 8 കോടിയാണെങ്കിൽ അതിലൊരു 4-1 ഇസ്ലാമാണല്ലോ. അപ്പോൾ അവര് ഈ സുവിശേഷം അറിഞ്ഞില്ലെങ്കിൽ, അവർ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ, 4-1 ഭാഗം ഈ സത്യം യേശുക്രിസ്തു വിശ്വസിക്കാത്ത, യേശുവിനുള്ള രക്ഷ അറിയാത്ത ഓരോരുത്തരുടെയും അവന്റെ അവസാനം, അവൻ എവിടെ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നരകത്തിലേക്കാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഈ റൂമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളതിന് അതിന് കാരണമുണ്ട്. ഒന്ന്, ഞാനിപ്പോ ഈ പറഞ്ഞ രീതിയിൽ, ഒന്ന് പറഞ്ഞാൽ ഒരാള് ദൈവം ഒരു ദർശനം കൊടുക്കാതെ ഇത് ഇത്രയും ദിവസം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു തളർച്ച വരും, മതിയും തോന്നും, ഇട്ടേച്ചും പോകും. അത് മാത്രമല്ല, ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ
ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, വലിയൊരു ടീം ഇവിടെ വന്നിരിക്കുകയാണ്. ദൈവത്താൽ സംഭവിച്ച ഒരു വലിയ അത്ഭുതമാണ്. മുസ്ലിംസിനെ ദൈവം സ്നേഹിക്കുന്നു. അവരോടും ദൈവത്തിന്റെ വചനം എത്തിക്കുവാനായിട്ട് ദൈവം ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിങ്ങളെ ആക്കിയിരിക്കുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ഇനി ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇത് മലയാളത്തിന് മാത്രം പ്രത്യേകതയാണ്. ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് ഇതുപോലെയൊക്കെ മറ്റ് ലാംഗ്വേജിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഒരു ആശയത്തെ എതിർക്കുന്നത് വാളുകൊണ്ടാണ്. മിക്കവാറും ഹിസ്റ്ററി അങ്ങനെയാണ്, അതിന്റെ കാര്യം അങ്ങനെയാണ്. ഇതൊരു ട്രാജിക് സംഭവമാണ്. ഒരു ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചില ഡിബേറ്റ്സും ഒക്കെ കാണുന്ന പോലെ, യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയല്ല. യൂഷ്വലി ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാളെടുക്കും. ഇതാണ് ഇതിന്റെ സംഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ചരിത്രം കിടക്കുന്നത്? ഇസ്ലാം ഇസ് എ പീസ്ഫുൾ റിലിജൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഈ വയലൻസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു, ഞാൻ ക്ലബ് ഹൗസിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ ഡാവൺഗരെ, കർണാടകയിൽ ഉള്ള ഡാവൺഗരെ മെഡിക്കൽ കോളേജിൽ ഞാൻ ഫൈനൽ ഇയറിലായിരിക്കുന്ന സമയത്ത് ഡെക്കൻ ഹെറാൾഡിൽ ഒരു സ്റ്റോറി വന്നു. സ്റ്റോറി മലയാളത്തിലെ ഒരു സ്റ്റോറിയുടെ ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു, ഒരു ചെറുകഥ. അതിന്റെ ട്രാൻസ്ലേഷനകത്ത് ഒരു ഗ്രാമത്തിൽ ഒരു 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 ബാലൻ, ഒരു ചെറുക്കൻ, അവന്റെ പേര് മുഹമ്മദ്. പൊട്ടനാണ്, പക്ഷെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ മുഹമ്മദിനെ. അപ്പൊ അവന്റെ കാര്യത്തിലുള്ള ഒരു കഥയാണ്. ഞാൻ കഥ മൊത്തം വായിച്ചിട്ടില്ല, എന്നാൽ അതിന്റെ അവസാനത്തിൽ, അതിന് മലയാളത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇംഗ്ലീഷില്. അപ്പൊ ഈ പൊട്ടച്ചെറുക്കനെ കുറിച്ച് ആരാണ്ട് ജസ്റ്റ് അതിന്റെ ലാസ്റ്റ് ലൈൻ പറയുന്നത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ, മുഹമ്മദ് ദ ഈഡിയറ്റ്, ദ മ്യൂട്ട് പ്രോഫറ്റ് എന്ന് പറഞ്ഞ് ഒരു ലൈൻ, അത് ആ ചെറുക്കനെ കുറിച്ചാണ്. ഈ പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ഇവർ ഇസ്ലാമും പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദനുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ഒരു സ്റ്റോറി, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്ന അവിടുത്തെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സ്റ്റോറി. അപ്പോൾ മുഹമ്മദ് ഈഡിയറ്റ് ദ മ്യൂട്ട് പ്രോഫറ്റ് എന്നുള്ള ആ ഒറ്റ സെന്റൻസിൽ ബാംഗ്ലൂരിൽ പ്രശ്നം ആരംഭിച്ചു. ആദ്യം ചെന്ന് ഡെക്കൻ ഹെറാൾഡിന്റെ ആ പത്ര ഓഫീസിന് പോയി തീയിട്ട് അടിച്ച് തകർത്ത്, അങ്ങനെ അവിടുന്ന് പ്രശ്നം തുടങ്ങി. പിന്നെ കർണാടകയിൽ മുഴുവൻ പ്രശ്നമാണ്. മൊത്തത്തിൽ 150 പേര് മരിച്ചു. അങ്ങ് അള്ളാഹു അക്ബറഹോ എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ്. ഭാര്യമാരെയും മക്കളെല്ലാം വീട്ടിൽ വിട്ടതിന് ശേഷം വാളെടുത്തങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് കംപ്ലീറ്റ്, ഈ ഒറ്റ സെന്റൻസിന്റെ പേരിലാണ്. അങ്ങനെ കുറെ നാള് ഈ കുറച്ച് ദിവസങ്ങൾ തന്നെ കണ്ടിന്യൂ ആയി. മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ പരിസരത്തൊക്കെ ദൂരെയൊക്കെ അവിടെയൊക്കെ ശവങ്ങൾ കിടക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. അപ്പൊ അതുപോലെ എല്ലാ സ്ഥലത്തും അങ്ങ് പ്രശ്നമാണ്. അതിനുശേഷം അന്നത്തെ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗഡെ ആയിരുന്നു. അത് ഉറുദുവിലൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. ഉറുദുവിൽ അദ്ദേഹം റേഡിയോയിൽ കൂടി പ്രസംഗിച്ച് അദ്ദേഹം അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിളിച്ച് കുറെ പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാം ഉറുദുവിൽ പ്രസംഗിച്ച് സമാധാനപ്പെടുത്തിയതിനു ശേഷമാണ് അത് നിന്നത്. അപ്പോൾ ആ സംഭവം എപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നത്, ഈ കഥയ്ക്കും ഈ മുഹമ്മദിനുമായിട്ട് എന്ത് ബന്ധം? എന്തിനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ 150 പേര് മരിക്കാനായിട്ട് ഈ ഒരു ഒറ്റ ലൈനോ? അപ്പൊ അതാണ് ഇതിന്റെ റിയാക്ഷൻ. അത് നമ്മൾ ചിന്തിക്കണം. അത് മാത്രമല്ല, ഈ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരെന്ന് ഈ യഹൂദന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന പോലെ, അതുപോലെ ഈ 10:1 അപ്പോ അങ്ങനെ പറയുന്ന പോലെ ഒരു കാര്യം ഇവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഒരു വലിയൊരു എരിവ് ഇവർക്കുണ്ട്. ഇവർക്കൊരു വലിയൊരു എരിവുണ്ട്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ, ഇപ്പൊ യേശുക്രിസ്തു ദൈവമല്ല, റോമാലേഖനം 10:2, അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഒരു വലിയൊരു എരിവുണ്ട്. ഈ എരിവ് പ്രകടിപ്പിക്കുന്നതൊക്കെ ഒരു ശരിയായ രീതിയിലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊരു ഇൻസിഡന്റ്, ഇതും ഞാൻ ഇതിന്റെ ഈ എരിവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ ഇവിടെ ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ്, ഞാൻ പല പ്രാവശ്യം ക്ലബ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെന്റർ 2001 ഇവിടെ ഇത് വീണ് 10,000 പേര് മരിച്ച്. അപ്പോൾ മൻഹാറ്റനിലൊക്കെ ആ പ്രദേശത്തേക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ല. എല്ലായിടത്തും മനുഷ്യ മാംസം കത്തിയതിന്റെ മണടിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരു ടീമായിട്ട് ആ ഞായറാഴ്ച, അപ്പൊ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയായിട്ടാണ് ഈ ട്രേഡ് സെന്റർ വീണത്. മൻഹാറ്റനിലൊക്കെ ഇതുപോലെ ഇത്രയും വലിയൊരു ട്രാജഡി സംഭവിച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തിനടുത്ത് ചെല്ലാൻ പറ്റാത്തടത്തോളം പോലീസും എല്ലാം ആയിട്ട് അങ്ങ് വലിയൊരു ഒരു ട്രാജഡിയുടെ ഒരു അന്തരീക്ഷത്തിനകത്ത് അവിടെ നിൽക്കുകയാണ്, വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ. അതിനിടയ്ക്ക് അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഈ സ്ഥലത്തിനടുത്ത് ചെന്നപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം തകർന്നടിച്ച് കിടക്കുന്നു. ഇത്രയും ആളുകൾ, ഇവരുടെ ഫാമിലിക്കാരല്ല, 10,000 പേര് മരിച്ചപ്പോൾ അവരുടെ ഫാമിലിക്കാർ എന്തോരം ആൾക്കാർ കാണും. എല്ലാവരും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊക്കെ പ്രദേശത്തൊക്കെ നിൽക്കുക. എവിടെ നോക്കിയാലും ആൾക്കാരുടെ നിലവിളിയാണ്. എല്ലായിടത്തും പോലീസും പട്ടാളവും ഒക്കെ നിൽക്കുന്നു. അതിനിടയ്ക്ക് അതിന് നേരെ മുന്നില് ഒരു മുള്ള എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഡ്രസ്സൊക്കെ ഇട്ടേച്ചും ജുബയും ഈ പറഞ്ഞ ലോങ് ഡ്രസ്സൊക്കെ ഇട്ട് നീളത്തിലുള്ള താടിയുള്ള ഒരു 32-33 വയസ്സായിട്ടുള്ള ഒരുത്തൻ
അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക, വളരെ ശബ്ദത്തിൽ പ്രസംഗിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് എവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്? എവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്? പൗലോസ് പറഞ്ഞ എനിക്ക് കേൾക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ വാട്ട് പോൾ സെഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ വാട്ട് പീറ്റർ സെഡ്, വേർ ഡിഡ് ജീസസ് സെഡ് എന്നും പറഞ്ഞ് ഇവൻ കിടന്നങ്ങ് ഭയങ്കര ശബ്ദത്തിൽ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഞാൻ ആലോചിച്ചു, എന്റെ ദൈവമേ, ഇവന്റെ ധൈര്യം കൊള്ളാലോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ മറുപടി പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അവസാനം എന്റെ കൂടെ ഉണ്ടായിരുന്ന ന്യൂയോർക്കിലെ ഒരു പാസ്റ്റർ ഫിന്നിസ് സാമുവൽ, ഇവിടുത്തെ ഒരു വലിയ തരത്തിന്റെ പാസ്റ്ററാണ്. അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന് 58-ാമത്തെ വാക്യം പറഞ്ഞു, ജീസസ് സെഡ് ടു ദം മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു ബിഫോർ എബ്രഹാം വാസ് ഐ ആം. മലയാളത്തിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കർത്താവ് എത്രയോ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഞാനാകുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ഞാനാകുന്നു കർത്താവ്, ഗ്രേറ്റ് ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്. അത് പുറപ്പാട് പുസ്തകം 3:14 ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ദൈവമാണ്, സാക്ഷാൽ ദൈവമാണെന്നൊക്കെ യേശുക്രിസ്തു വരെ പറഞ്ഞിരിക്കുന്ന എത്രയോ ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഇവർക്ക് അത് അറിയത്തില്ലെന്നേ ഉള്ളൂ. അത് അപ്പൊ ആ കാര്യം ഈ വാക്യം വായിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ തർക്കിച്ചില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം അവിടെ പോയില്ല. ഞാൻ ആരെങ്കിലും അദ്ദേഹത്തേക്ക് എന്തെങ്കിലും ദേവദ്രമൊക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ചിലപ്പോൾ അന്ന് ഉണ്ടായിരുന്നേ. ഒരാൾ പറഞ്ഞു, ഈ ബിൽഡിംഗ് തകർത്ത് മാത്രം പോരെ, ഇത് മുന്നിൽ നിന്നുകൊണ്ടാണ് നീ പ്രസംഗിക്കുന്നത് എന്ന് ഒരാൾ അവിടെ ഉറക്കെ ചോദിക്കുന്നുണ്ട്. എനിവേ ഞാൻ പറഞ്ഞ അപ്പൊ ആ വെരിവിന്റെ അന്തരീക്ഷമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം, അപ്പോ അത് മാത്രമല്ല, മുഹമ്മദിനെ കുറിച്ച് മിണ്ടി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ത്രെട്ടനിങ് അന്തരീക്ഷമാണ്. ഞാനൊരു ഇവിടുത്തെ ഒരു ഡിറ്റൻഷൻ സെന്ററിൽ ന്യൂജേഴ്സിയിൽ അവിടെയുള്ള ഈ വിസയും ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവരോടൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് ചില സമയങ്ങളിൽ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേ ഞാൻ മുഹമ്മദിനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് അവിടെ ആരാണ്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു. ഞാൻ ഡയറക്റ്റ്ലി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വെസ്റ്റ് ആഫ്രിക്കക്കാരൻ എൻ്റെ അടുക്ക് നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കും, എന്നാല് എന്റെ നബിയെ കുറിച്ച് പറഞ്ഞാല് എന്നിട്ട് ഞാൻ ശരിയാക്കി കളയുന്നു. എന്നിട്ട് പിന്നെ നേരിട്ട് എന്റെ മുഖത്ത് നോക്കിയും പറഞ്ഞു, ഞാൻ നിന്നെ തട്ടിക്കളയുന്നു. ആ രീതിയിൽ എന്നെ നേരിട്ട് ത്രട്ടൺ ചെയ്തു. അപ്പോൾ എന്നെ ഒന്നും ചെയ്തില്ല. അവിടുത്തെ ഓഫീസേഴ്സ് ഇടപെട്ട് അവനെ വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് പിന്നീട് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഇസ്ലാമിന്റെ റെസ്പോൺസ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ആശയം കൊണ്ട് എതിർക്കാതെ അതിനെ വാൾ കൊണ്ട് എതിർക്കാൻ നോക്കുക. അത് വലിയൊരു ട്രാജഡിയാണ്. എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പറയുന്ന ഇസ്ലാമിന്റെ വിഷയം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മലയാളി കോണ്ടെക്സ്റ്റിൽ, അതാണ് ഞാൻ ഇവിടുത്തെ ഇത് പറഞ്ഞു വരുന്നത്, ഈ മലയാളം നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിനകത്ത് നടക്കുന്ന ഒരു ഏറ്റവും ഒരു ശ്രേഷ്ഠമായ കാര്യം എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ അതിന്റെ അടിവേര് പോലും വെട്ടിപ്പൊളിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് ചാലഞ്ച് ചെയ്യുകയാണ് ഇവിടെ ഇസ്ലാമിന്റെ അവരുടെ ഏറ്റവും വലിയ ക്ലെയിംസുകളൊക്കെ ഈ ക്ലബ് ഹൗസിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടതുപോലെ വേറെ എങ്ങും ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇത് യൂട്യൂബിലും വരുന്നു. അപ്പോൾ ഇതൊരു ഒരു വൈഡ് സ്കെയിലിൽ, അത് മാത്രമല്ല ഓരോരോ ഇസ്ലാമിക സഹോദരന്മാര്, ഇപ്പൊ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ടെസ്റ്റിമോണിയിൽ കാണുന്ന സമയത്ത് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇസ്ലാമെന്ന് അതിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി സുവിശേഷം പ്രസംഗിക്കുന്ന ചിലരുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാനിട്ടിടയായി. അപ്പോൾ ഇതിനൊരു ദൈവം ഈ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നു, ദൈവം ഈ പ്രവർത്തനത്തെ മാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് കൂടെ അതുപോലെ തന്നെ ഇതിനൊരു എവല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 വർഷത്തിന് മുമ്പൊക്കെ ഇവിടെ ഇസ്ലാമിക് ഡിബേറ്റ്സ് ഒക്കെ ചില റൂമിനകത്തൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ വളരെ ഒരു അഗ്രസീവ് ടോണായിരുന്നു. അഗ്രസീവ് ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്രാസ പൊട്ടന്മാരെ ഇറങ്ങിപ്പോടെ, എനിക്ക് ഇങ്ങനെ മദ്രാസ പൊട്ടന്മാരെന്ന് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല. കാരണം ദൈവത്തിന്റെ ഛായയിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരാൾക്കാർ അവർ നമ്മൾ റെസ്പെക്ടബിൾ ആയിട്ട് സംസാരിക്കണം. അപ്പൊ ഈ റൂമിനകത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഈ റൂമിനെ ഇനി വളരെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. കാരണം ദൈവം മുസ്ലിംസിനെ സ്നേഹിക്കുന്നു. നമ്മൾ അവരുടെ മതത്തെ തൊടണ്ട, അവരുടെ പ്രവാചനെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അങ്ങ് പറഞ്ഞേക്കാം എന്ന് നമ്മൾ നിന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും വലിയ 2 ബില്യൺ ആൾക്കാരുടെ ഗതി എന്താ? ഇവിടെ അജീഷ് ബ്രദർ വന്നേക്കുന്നത് വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ബ്രദറാണ് അജീഷ് ബ്രദർ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ കൊടിത്തോട്ടം പാസ്റ്റർ, വേറെ റൂമിനകത്ത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദർ, അങ്ങനെയൊക്കെ പല റൂമുകളിലായിട്ട് കേരളത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഇതേ മീറ്റിംഗ് തന്നെ ഇതേ മോഡലില് ഇത് മൊത്തം ഹിന്ദിയിലാക്കി കഴിഞ്ഞാൽ എന്റെ ഒപ്പീനിയനാണ്, ആൾക്കാർ വാളെടുക്കും. ഈ സെയിം കാര്യം കന്നഡയിൽ ചെയ്തു കഴിഞ്ഞാലും കർണാടകയിൽ പ്രശ്നം ഉണ്ടാകും. കാരണം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതിന്റെ പുറകെ ഉള്ള ആൾക്കാരുണ്ട്. ഈ സെയിം കാര്യം മിക്കവാറും ബീഹാർ നടത്തിയാലോ ഇല്ലെങ്കിൽ ഒറീസയിലോ ഏത് സ്റ്റേറ്റിലായി കഴിഞ്ഞാലും അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇടപെട്ട് ഇളക്കം ഉണ്ടാക്കും. എന്നാൽ കേരളത്തിന്റെ ഒരു പ്രത്യേകത, എനിക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട്, മലയാളത്തിൽ നല്ലൊരു അഭിമാനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സബ്ജക്ട് ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും
കേരളത്തെ അങ്ങനെ എളുപ്പത്തിൽ ഇളക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ആൾക്കാർ ചിന്തിക്കുന്നവര് വർഷങ്ങളായിട്ട് പിന്നെ കാരണം ഈ കേരളത്തിലെ മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഹിന്ദുക്കളോ ആരും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് അല്ല, എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോൾ അവിടെ ഇത്ര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടും അവിടെ ഒരു വലിയൊരു വയലൻസ് ഉണ്ടാക്കാനായിട്ട് ഇതിനൊക്കെ ആരൊക്കെ ട്രൈ ചെയ്താൽ പോലും അത് ഫലിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ട് വളരെ സന്തോഷമുണ്ട്. അതിനോട് ചേർന്ന് ഇതിനിടയ്ക്കെല്ലാം ദൈവത്തിന്റെ വചനം ഇപ്പൊ കേട്ടല്ലോ, പ്രത്യാശയുടെ വലിയൊരു പാട്ട് ഇവിടെ കേട്ടല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിനെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുക മാത്രമല്ല, അതിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനവും നമ്മൾ പറയുന്നു ഈ റൂമിനകത്ത്. അതിനെക്കുറിച്ചും എനിക്ക് ദൈവസേന അത് കൂടുതലായിട്ട് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പ്രൈസിനോട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം. അത് മാത്രമല്ല, അത് 200 ദിവസം കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്താൽ സംഭവിച്ചൊരു കാര്യമാണ്. മനുഷ്യരാൽ അതങ്ങനെ ഇത്രയും കണ്ടിന്യൂ ആയിട്ട് സാധിക്കത്തില്ല. അത് മാത്രമല്ല, ഇവിടെ മറ്റ് ലാംഗ്വേജിൽ ഇപ്പൊ സൊമാലിയയിൽ നിന്ന് ഇവിടെ ഈ സൊമാലിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ സൊമാലിയയിൽ നിന്ന് ഒരു കൂട്ടം സിസ്റ്റേഴ്സ്, മെയിനായിട്ട് സിസ്റ്റേഴ്സ് ആണ്, ഒരു 10-35 പേര്, അവരൊരു ചെറിയ പ്രാർത്ഥന ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ അവിടെ പോകാറുണ്ട്, ഇടയ്ക്കൊക്കെ എന്നെ അവിടെ ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ വിളിക്കുമായിരുന്നു. അവിടെ ഒരാൾ സംസാരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഓരോരുത്തരെ എൻ്റെ കൂടെ അപ്പൊ അവിടെ ഇസ്ലാമിൽ രക്ഷിക്കപ്പെടുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വന്ന് ഇംഗ്ലീഷിനകത്ത് വന്ന് സാക്ഷിയൊക്കെ പറയും. അവനെ പിടിച്ചുകൊണ്ട് പോയി. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഒന്ന് ബൈബിൾ സ്റ്റഡിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ തിരിച്ച് പേടിപ്പിച്ച് അവന് കോവിഡ് വന്നൊക്കെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അവനെ മൊത്തം ബഹിഷ്കരിച്ച് അവന് ആഹാരം പോലും കൊടുക്കാതെ എല്ലാവരും അവൻ ഇത് ചെയ്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നെങ്കിൽ ശരിയാത്തുള്ളൂ പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോയി. അത് മാത്രമല്ല, ഇംഗ്ലീഷിലുള്ള മീറ്റിംഗ് അവർ നിർത്തിച്ചു. ക്ലബ് ഹൗസുകാരെ പറയുന്നത് നിർത്തിച്ചു, റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മലയാളത്തിൽ ഇത്ര വിശാലമായ രീതിയിൽ, ഇത്ര ഓപ്പണായ രീതിയിൽ ഇത് നടക്കുന്നു, ഇങ്ങനെയുള്ള റൂം നടക്കുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. യേശു ക്രിസ്തു ദൈവമാണെന്ന് തന്നെ താൻ ക്ലെയിം ചെയ്തില്ല എന്ന് കൂടെ പറഞ്ഞാൽ എത്രയോ സ്ഥലത്തുണ്ട്. ഞാൻ ഒറ്റ ഒരു ഭാഗം മാത്രം വായിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 62-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാ വായിക്കുന്നത്? അവിടെ അതിന്റെ 61-ാമത്തെ വാക്യം, അവനെ മിണ്ടാതെയും ഉത്തരം പറയാതെ ഇരുന്നു. അപ്പൊ ഇത് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ യേശുക്രിസ്തു വിസ്തരിക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. അവനെ മിണ്ടാതെയും ഉത്തരം പറയാതെ ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെ അവനോട്, നീ വന്ദിനാവിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. വന്ദിനാവിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ നീ ദൈവമാണെന്നാണ് ആ ചോദ്യത്തിന്റെ വേറൊരു അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. പ്രൈസ് കർത്താവ് യേശുക്രിസ്തു അതിന് മറുപടി കൊടുക്കുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിന്റെ മറുപടി. പറഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ 3 പഴയ നിയമത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് മറുപടി പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 14:62 മലയാളത്തിൽ എങ്ങനെയാണ്? ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് 3 പാർട്സ് ഉണ്ട്. ഒന്ന്, ഞാൻ ആകുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഐ ആം. യേശു ക്രിസ്തു ഒത്തിരി പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമായിട്ട് തന്നെ 7 പ്രധാനപ്പെട്ട ഐ ആം ഞാനാകുന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:35 ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 10:7 ഞാൻ വാതിലാകുന്നു. പിന്നെ 10:11-14 ഞാൻ നല്ല ഇടയനാകുന്നു. 15:25 ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14:6 ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന ഈ ഞാനാകുന്നു എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 3:14 പറയുന്ന ഞാനാകുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവ് പറയുന്നത്. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ റെവലേഷൻ ആണ്. അപ്പോൾ ഈ അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരവുമായിട്ട് വസിക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് ദേഹരവുമായിട്ട് ദൈവം വെളിപ്പെട്ടത്. വേറെ ഒരുത്തലിലും അല്ല, വേറെ ഒരു സ്ഥലത്തും അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ മഹാപുരോഹിതൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇവിടെ അതിന്റെ 62-ാമത്തെ വാക്യം ഞാനാകുന്നു. അത് ഈ പറയുന്ന പുറപ്പാട് 3:14 ഞാനാകുന്നുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മാത്രമല്ല, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും അതെന്ന് പറഞ്ഞാൽ 110-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. 110-ാം സങ്കീർത്തനമാണ് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഏറ്റവും അധികം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം. അവിടെ പറയുന്ന അതേ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. 110-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു. 110-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവ എന്റെ കർത്താവിനോട് അരുൾ ചെയ്യുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവീളം ആക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. അപ്പൊ ഈ ഭാഗത്തെ കോട്ട് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള മസിയെ കുറിച്ചുള്ള ഇതാണ് ഈ പറയുന്ന ഭാഗവും. അത് മാത്രമല്ല, ഇനി പറയുന്നത്
മനുഷ്യപുത്രൻ ആകാശമേഖല കൂടി വരുന്നെന്ന് പറയുന്നത്, അത് അവർ വിശ്വസിച്ചിരുന്ന ഏറ്റവും വലിയ മസിയെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രവചനമാണ് ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അതാണ് കർത്താവ് ഉദ്ധരിക്കുന്നത്. കർത്താവ് ആ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഖലയോട് വരുന്നത് കണ്ടു. അപ്പൊ ഈ 3 ഭാഗം കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് നേരിട്ട് മറുപടി കർത്താവ് കൊടുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം, ഇത് മറ്റു ഭാഗങ്ങളിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് പല ഭാഗത്തുണ്ട്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 14:62 ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഖലയോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ റൂമിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അച്ചൻകുഞ്ഞച്ചാന്റെ പ്രവർത്തനത്തെ, അത് മാത്രമല്ല ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഈ ടീം, ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വളരെ പ്രഗത്ഭമായിട്ട് ദൈവത്തിന്റെ വചനം ഒക്കെ ഷെയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുപോലെ ഇസ്ലാമിന്റെ കാര്യങ്ങളിനകത്ത് എനിക്ക് അത്ര എക്സ്പെർട്ടീസ് ഒന്നുമില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിസ്റ്റിന് പോലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന പോലെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ കാര്യങ്ങളൊക്കെ തുടരട്ടെ. അത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിങ്ങൾ സുവിശേഷം മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ ഇവിടെ വാര്യപുത്രർക്ക് ചെയ്ത പോലെ യേശു ക്രിസ്തുവിനുള്ള സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. ഈ സുവിശേഷത്തിന്റെ സത്യങ്ങളിലേക്ക് അനേകർ വരണം. നമ്മൾ ഇസ്ലാമിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് സുവിശേഷമായില്ലല്ലോ, അത് നമ്മൾ പറയണം. കാരണം അത് നമ്മൾ പറയുമ്പോഴാണ്, ഞാൻ ഒറ്റ ഒരു വാക്യം വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. റോമാലേഖനം 3:25 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 3:23 പറയുന്നത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. അതിന് മുഹമ്മദ് ഉൾപ്പെടും, അതിനകത്ത് ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും, ജനിച്ച എല്ലാ മനുഷ്യരും ഉൾപ്പെടും. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായിട്ട്. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം, വീണ്ടെടുപ്പ് ക്രിസ്തുവേശുവിലേ ഉള്ളൂ. ദൈവം ഒരിക്കൽ ഒരേ ഒരു വീണ്ടെടുപ്പേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. സൗജന്യമായി. നമ്മൾ ഇത്രയും ആർക്കും ഒന്നും കൊടുത്തൊന്നും ഈ രക്ഷ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് അവരുടെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇത് വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, നിത്യജീവനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഈ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശുവിലേക്ക് കടന്നു വരിക. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൽ കൂടി നൽകപ്പെട്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആ സുവിശേഷമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾ പിന്നെ ശക്തമായിട്ട് തുടരുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾ, നാസർ ബ്രദർ, ഗീബർ ബ്രദർ, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇംഗ്ലീഷിനകത്ത് ഇതുപോലെ അപ്പോളജൻസിന്റെ ടീമുകളൊക്കെ ചേർത്ത് ഈ റൂമുകൾ മറ്റ് ലാംഗ്വേജിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഹിന്ദിയിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഹിന്ദിയിലും നോക്കണം. ക്ലബ് ഹൗസിലൊന്നും ആരും എല്ലാവരും ഈ പേടിപ്പിക്കുന്ന എല്ലായിടത്തും ഉണ്ട്. ഇവിടെ സൽമാൻ റഷീദ് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ കയറി അദ്ദേഹത്തോടെ അവിടെ കയറി ഉപദ്രവിച്ചു. ഇങ്ങനെയാണ് ഇവരുടെ രീതികൾ. പക്ഷേ അതിനിടയിലും ഒരു കൂട്ടം മുസ്ലിംകൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഇറാനിലും ഈജിപ്തിലും സൊമാലിയയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഓരോരുത്തർ അവിടെ ഇവിടെ എല്ലാം ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനേക മുസ്ലിംസിനെ, ദൈവം അവരെ സ്നേഹിക്കുന്നു, ദൈവം അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പതറാതെ, തളരാതെ, ധൈര്യത്തോടെ ഈ ശുശ്രൂഷ തുടരണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദൈവം താങ്ക് യു സോ മച്ച്. സമയം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ കേൾക്കാമോ? വളരെ നന്ദി, വളരെ നന്ദി ഡോക്ടർ, വളരെ നന്ദി കേട്ടോ. ഈ ഇത്രയും മൈക്ക് മ്യൂട്ടായി അച്ഛൻ ബ്രദറിന്റെ. അച്ഛൻ ബ്രദർ പറഞ്ഞു തീർക്കൂ. മൈക്ക് മ്യൂട്ടായി പ്ലീസ്. അച്ചങ്ങ പറഞ്ഞോളൂ. അച്ചങ്ങ ഹലോ, കേൾക്കാമോ? ഓക്കെ സ്തോത്രം.